السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله، والصلاة والسلام عليك يا سيدي يا حبيب الله، والصلاة والسلام عليك يا سيدي يا إمام المتقين. ഏറ്റവും സ്നേഹം നിറഞ്ഞ ICF-ന്റെ നേതൃത്വം, ബുഖാരി ഉസ്താദ്, മറ്റുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്തത് കാരണം അല്ലാഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൺകുളിർക്കെ സ്വപ്നം കാണാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ റമളാനിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഈ സമയം മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്താൻ വേണ്ടി ഒമാൻ കമ്മിറ്റി ICF സംഘടിപ്പിച്ചിട്ടുള്ള വഅലിന്റെ സമാപന ദിനത്തിലാണ് നാം ഉള്ളത്. നമ്മുടെ വീടുകളൊക്കെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് റമളാനിന് വേണ്ടി നാം ഒരുങ്ങാറുണ്ട്. നമ്മുടെ ഹൃദയവും ശുദ്ധീകരിച്ച് റമളാനിനെ നാം സ്വീകരിക്കണം. റമളാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളെക്കുറിച്ചും ഇൽമിനെ സമ്പാദിക്കാൻ നാം തയ്യാറാകണം. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ, കർമ്മങ്ങളുടെ ശ്രേഷ്ഠതയും അനിവാര്യതയും കർമ്മശാസ്ത്രപരമായ നിയമസംഹിതയും അറിഞ്ഞുകൊണ്ട് ഒരാൾ അമൽ ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും വലിയ വ്യത്യാസങ്ങളുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗമം ICF നടത്തിയിട്ടുള്ളത്. അല്ലാഹു അതിന് പ്രവർത്തിച്ച നേതൃത്വങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിജ്ഞാനമുള്ളവരും വിജ്ഞാനമില്ലാത്തവരും, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന ഖുർആനിക വചനം നമ്മുടെ മുന്നിലുണ്ട്. മഹാനായ ഇബ്നു അത്താഇ റളിയല്ലാഹു അൻഹു പറയുന്നത്, മജ്ലിസു ഇൽമിൻ യുകഫിറു 70 മജ്ലിസും മിൻ മജാലിസിൽ ലഹു. ഒരു ഇൽമിന്റെ മജ്ലിസ് നിങ്ങൾ കളിച്ചു ചിരിച്ചു കളഞ്ഞ 70 മജ്ലിസുകളുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരാൻ കാരണമാകുമെന്ന് ഇബ്നു അത്താഇ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ, അങ്ങാടികളിൽ, റൂമുകളിൽ നമ്മളിരുന്ന് കളിതമാശ പറഞ്ഞ, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത 70 സദസ്സുകളിലെ പാപങ്ങൾ ഒരൊറ്റ ഇൽമിന്റെ മജ്ലിസ് കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഹുളൂറു മജ്ലിസി ഇൽമിൻ, ഒരു ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ സന്നിഹിതരായാൽ, അഫ്ളലു മിൻ സലാത്തി അൽഫി റക്അ, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അത് ശ്രേഷ്ഠമാണ്. ഇയാദത്തി അൽഫി മരീദ്, 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഒരു ഇൽമിന്റെ മജ്ലിസിൽ സംഗമിക്കുന്നത് ശ്രേഷ്ഠമാണ്. വശുഹൂദി അൽഫി ജനാസ, 1000 ജനാസകൾക്ക്, മയ്യത്തുകൾക്ക് നിങ്ങൾ സാക്ഷിയാകുന്നതിനേക്കാൾ, അതിന്റെ കർമ്മങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു ദിവസം വൈകുന്നേരമാകുന്നതിന് മുമ്പ് ഒരു അറിവും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്കൊരു ഹൈറുമില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഓരോ അമലിനെ കുറിച്ച് ബോധവും അറിവും നമുക്കുണ്ടാകണം. വിശുദ്ധ റമളാനിൽ നമ്മൾ ഓതുന്ന ഖത്മുകളെ കുറിച്ച്, തറാവീഹ് നിസ്കാരങ്ങളെ കുറിച്ച്, മറ്റുള്ള അമലുകളെ കുറിച്ച്, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നോമ്പുകളെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും നമുക്ക് വ്യക്തമായ അറിവ് നമുക്കുണ്ടെങ്കിൽ ആ ചെയ്യുന്ന അമലുകൾക്ക് പവിത്രത കൂടുതലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് തന്നെ പഠിക്കുവാൻ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, ആ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നല്ല രൂപത്തിൽ പഠനം നടത്തുകയും നാം ചെയ്യണം. അപ്രകാരം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കണം. ഷഅബാൻ നമുക്കറിയാം ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ മാസമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുത്തുനബിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സന്തോഷങ്ങൾ നൽകിയ മാസമാണ്. ക്രൂരമായ പീഡനങ്ങളും വേദനകളും സഹിച്ച് ഒരുപാട് വേദനകളോടുകൂടി നിൽക്കുന്ന ആമുൽ ഹുസൻ എന്ന് പറയുന്ന ദുഃഖത്തിന്റെ വർഷം എന്ന് പറയുന്ന വർഷത്തിൽ അള്ളാഹു സമാശ്വാസം നൽകാൻ പ്രവാചകനെ തിരുസന്നിധിയിലേക്ക് വിളിച്ച് അവിടെ നിന്ന് ആശ്വാസ വചനങ്ങൾ നൽകി അള്ളാഹു പറഞ്ഞഴച്ച് പിന്നെ ഈ ഷഅബാനിൽ അള്ളാഹു ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്നു. തൻ്റെ ഉമ്മത്തിന് ഷഫാഅത്ത് ചെയ്യാനുള്ള പരിപൂർണ അവകാശം ഷഅബാൻ 13 ചോദിക്കുമ്പോൾ അള്ളാഹു 1/3 ഭാഗം നൽകുന്നു. അപ്പോഴല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിനോട്, അള്ളാഹുവെ, എനിക്ക് പരിപൂർണമായ അവകാശമാണ് വേണ്ടത്. രണ്ടാമത് 14-ാമത്തെ ദിനത്തിൽ അള്ളാഹു 2/3 ഭാഗം നൽകുന്നു. വീണ്ടും ഹബീബായ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല 3 പരിപൂർണമായ അവകാശം വിശുദ്ധമായ ഷഅബാൻ 15 നൽകുന്നു. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് തുടങ്ങുന്ന ഹബീബായ പ്രവാചകൻ അള്ളാഹും മാലാകമാരും സലാത്ത് ചെല്ലുന്നുവെന്നും മുഅ്മിനീങ്ങളോട് സലാത്ത് ചെല്ലാൻ, അഥവാ അള്ളാഹുവും മാലാകമാരും മുത്തുനബിക്കൊപ്പമുണ്ട് എന്നറിയിക്കുന്ന സന്തോഷത്തിന്റെ വചനമിറങ്ങിയ മാസം. അലം നശ്റഹ് ലക സദ്റക്, ഓ നബിയെ, അങ്ങയുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലയോ? അങ്ങ് ചോദിക്കാതെ തന്നെ അള്ളാഹു അത് ചെയ്തു തന്നില്ലയോ എന്നുള്ള ആ സന്തോഷത്തിന്റെ വചനമിറങ്ങിയതും ഈ വിശുദ്ധ ഷഅബാനിലാണ്. അപ്രകാരം തന്നെ മുത്തുനബി 17 മാസക്കാലത്തോളം കഅബയെ വിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയാക്കി നിസ്കരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ അകമിൽ തനിക്ക് വിശുദ്ധമായ കഅബ തന്നെ ഖിബിലയായി കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു ഒരു ളുഹർ നിസ്കാരത്തിൽ 2-ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 3-ാമത്തെ റക്അത്തിൽ ഖിബിലയായി കഅബയെ ഉൾക്കൊള്ളാൻ, തെരഞ്ഞെടുക്കാൻ, അങ്ങോട്ട് തിരിയാൻ സമ്മതം നൽകിയതും ഈ വിശുദ്ധ ഷഅബാനിലാണ്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ ഈ ഷഅബാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് വിശുദ്ധമായ റമളാനിനെ വരവേൽക്കാനാണ്. അഥവാ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ കൽബ് നമ്മൾ വൃത്തിയാക്കണം. തിന്മയാൽ നാം വിശുദ്ധമായ റമളാനിനെ നമുക്ക് സ്വീകരിക്കുകയാണെങ്കിൽ റമളാനിനെ പാകപ്പെടുത്തിയെടുക്കാൻ അമലുകൾ ചെയ്യാൻ നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് തിന്മയില്ലാതെ വിശുദ്ധ റമളാനിൽ ഇബാദത്തിന് പാകപ്പെടുന്ന രൂപത്തിൽ മനസ്സുകളെ നമ്മൾ നന്നാക്കി എടുക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഒരു തിന്മയെ ചിന്തിച്ച് അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യാൻ വേണ്ടി അവൻ ആലോചിച്ചാൽ, തൗബ ചെയ്യാതെ വിശുദ്ധ റമളാൻ അവൻ സ്വീകരിച്ചാൽ അവൻ ആ റമളാനിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കില്ലെന്ന് മഹാരഥന്മാരായ ആലിമീകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് ഇബാദത്തിന്റെ വാതിലുകൾ വിശുദ്ധ റമളാനിൽ തുറക്കപ്പെടില്ല. മഹാന്മാർ പറയുന്നത്, ഒരാൾ ഒരു തിന്മയെ ആലോചിച്ചാൽ എന്നാൽ അവരുടെ കൽബിലൂടെ ഒരു ഇരുട്ടിന്റെ പുക സഞ്ചരിക്കുമെന്നാണ് മഹാത്മാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതുപോലെ അടുപ്പിന്റെ സമീപത്ത് ചുമരുകളിൽ പുക അല്ലെങ്കിൽ അതിൻ്റെ മതിലുകളിൽ കറ പുലരുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളിലൂടെ ഒരു തിന്മയെക്കുറിച്ച് ആലോചിച്ചാൽ ഇരുട്ടിന്റെ പുക സഞ്ചരിക്കും, കറ വരുമെന്ന് മഹാത്മാക്കൾ പഠിപ്പിക്കുകയാണ്. അത് തൗബ ചെയ്താൽ അല്ലെങ്കിൽ തൗബയുടെ അമലുകൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കത് പുറത്തു തരുമെന്ന് മഹാത്മാക്കൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുട്ട് വന്നാൽ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല, നന്മ ചെയ്യാൻ കഴിയാതെ വരുമെന്ന് മഹാനായ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഖുദ്സിയായ ഒരു ഹദീസിൽ വളരെ സ്നേഹത്തോടെ, വളരെ ഇഷ്ടത്തോടെ നമ്മളോട് പറയുന്നുണ്ട്, ഖും ഇലയ്യ വ അംശി ഇലൈക്, നിങ്ങൾ എന്നിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ വ അംശി ഇലൈക്, ഞാൻ നിങ്ങളിലേക്ക് ഓടി വരും, ഞാൻ നിങ്ങളിലേക്ക് നടന്ന് ഓടി വരുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അഥവാ നമ്മൾ നന്നാകാൻ മനസ്സു വെച്ചാൽ പടച്ചവൻ നമ്മളെ നന്നാക്കിയെടുക്കും.
അള്ളാഹു പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കാത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ബദറിൽ വിശുദ്ധമായ ദീനിന് എതിരായി നിന്ന്, മുത്തു റസൂലിന് എതിരായി നിന്ന് യുദ്ധം ചെയ്ത അബൂ സുഫിയാൻ വിശുദ്ധമായ ദീനിലേക്ക് വന്നപ്പോൾ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ച മതമാണ് നമ്മുടെ മതം. പിന്നെ അബൂ സുഫിയാന്റെ പേര് കേട്ടപ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലിയവരാണ് നമ്മൾ. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ കൊന്ന വഹ്ഷിയും അവിടത്തെ കരള് കടിച്ചു തുപ്പിയ ഹിന്ദും വിശുദ്ധമായ ദീനിലേക്ക് വന്നപ്പോൾ അവരെ സ്വഹാബികളായി അംഗീകരിച്ചവരാണ് വിശുദ്ധ ദീൻ. അതുകൊണ്ട് തന്നെ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരും. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ എന്നിൽ വന്നു പോയിട്ടുണ്ട്, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ? മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയാണ്. കുറേ സമയം കഴിഞ്ഞ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ച് ദൂരങ്ങൾ ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ വിങ്ങി വിങ്ങി കരയുകയാണ്. ഒന്ന്, താൻ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചോർത്ത്. രണ്ടാമത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ തന്നെ ശ്രദ്ധിക്കാതെ പോയതിനെ കുറിച്ചോർത്തുകൊണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ ആ ചെറുപ്പക്കാരനെ കൈനീട്ടി വിളിച്ചിട്ട് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മോനെ, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങൾ തുറക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്യും. പക്ഷേ തൗബയുടെ വാതിൽ ഒരിക്കലും അടക്കില്ലെന്നോ. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നാട്ടിലൊരു നന്മയുണ്ടായിട്ട് നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ നമുക്ക് പങ്കുചേരാൻ കഴിയാതെ വരുന്നത് നമ്മുടെ പാപങ്ങൾ മൂലമാണെന്ന്, നാം ചെയ്തു പോയ തെറ്റുകൾ കൊണ്ടാണെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാപങ്ങളെ കഴുകിക്കളഞ്ഞുകൊണ്ട് പാപങ്ങളില്ലാത്ത നല്ലൊരു വിശുദ്ധ റമദാനിനെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെയാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലാ തഖുൽ ഉദൻ ഉദാ, നാളെ നാളെ എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കരുത്, അള്ളാഹുവിന്റെ മുമ്പിൽ കരയൽ ഇന്നു തന്നെ നടത്തണമെന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ റമദാനിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഹൃദയം നിറയെ റബ്ബിനോടും മുത്തുനബിയോടും സ്നേഹം നിറക്കാൻ നമുക്ക് കഴിയണം. മിഅ്റാജിന്റെ രാവ് അള്ളാഹുവിനെ കണ്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു, എന്റെ ഉമ്മത്തിനെ ഹിസാബ് ചെയ്യുവാനുള്ള അധികാരം എനിക്ക് തരുമോ അള്ളാഹുവേ? കാരണം എന്റെ ഉമ്മത്തിന്റെ ന്യൂനത മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞത്, നബിയെ, ഉമ്മത്തുക വഹും ഇബാദി, അവർ അങ്ങയുടെ ഉമ്മത്താണ്, അതോടൊപ്പം എൻ്റെ അടിമകളുമാണ്. ഞാൻ അങ്ങയേക്കാൾ റഹ്മത്ത് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ന്യൂനത മറ്റൊരാൾ അറിയരുതെന്ന് ഏറ്റവും കൂടുതൽ അങ്ങയേക്കാൾ ആഗ്രഹിക്കുന്നവൻ ഞാനാണെന്ന് അള്ളാഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഒരാൾക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ കിതാബുകളിൽ ഞാൻ ഒരു മറയിട്ട് വെച്ചിട്ടുണ്ട്, അഥവാ ഒരാളുടെ പാപം മറ്റൊരാൾ അറിയരുതെന്ന്. അങ്ങനെ വദൂദായ സ്നേഹനിധിയായ അള്ളാഹു നമ്മുടെ തൗബയെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കും ഇലയ്യ അംശി ഇലൈക്, നിങ്ങൾ എന്നിലേക്കൊന്ന് നിന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടി വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയമായി, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഹൃദയമായി വിശുദ്ധ റമദാനിനെ നമ്മൾ സ്വീകരിക്കണം. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കറിയാം, അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. സഹാബാക്കൾ ഒരുപാട് പ്രവാചക പ്രണയത്തിലൂടെ സ്വർഗം നേടിയവരാണ്. സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ യാ റബ്ബി യാ റബ്ബി സല്ലിം സല്ലിം എന്ന് പറഞ്ഞ് തന്റെ ഉമ്മത്തുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു എന്ന വളരെ പാവപ്പെട്ട ഒരു സ്വഹാബി, ആ സ്വഹാബിയുടെ വീട്ടിൽ ഒരു ദിനം ആ സ്വഹാബി കടന്നു ചെല്ലുന്നു. പ്രിയതമയോട് പറയുന്നു, പ്രിയതമേ, അള്ളാഹുവിന്റെ ഹബീബ് ഹന്തക്ക് കിടന്ന് കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്.
പ്രവാചകനും സ്വഹാബാക്കളും വിശപ്പിലാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും, ഭക്ഷണമില്ലാതിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് കൊടുക്കണം, ഈ വീട്ടിൽ വല്ലതുമുണ്ടോ എന്ന്. ജാബിർ തങ്ങളും ഭാര്യയും രണ്ടു മക്കളും അടങ്ങിയ ആ കൊച്ചു കുടുംബം, അവിടെ നിന്നുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ചെറിയൊരു ആട്ടുംകുട്ടി, കുട്ടികൾ ഓടിക്കളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയൊരു ആട്ടുംകുട്ടിയും കുറച്ച് മാവും ഈ വീട്ടിലിരിപ്പുണ്ടെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണ് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന് നമുക്കത് നൽകാം. നമ്മള് പാവങ്ങളാണ് ജാബിറെ, അള്ളാഹുവിന്റെ റസൂലിന് ഇതുവരെ ഒന്നും നൽകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ജാബിർ പോയി അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു കൊണ്ടുവരാൻ. ജാബിർ റളിയല്ലാഹു അൻഹു ഓടുകയാണ് സന്തോഷം കൊണ്ട്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നബിയെ, നബിയും ഒന്ന് രണ്ട് സ്വഹാബാക്കളും എന്റെ വീട്ടിൽ നിന്ന് വിരുന്നുകാരായി വരുമോ? അള്ളാഹുവിന്റെ റസൂൽ സമ്മതം മൂളുന്നു. ജാബിർ തങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഭാര്യ പറഞ്ഞു, ജാബിറെ, നിങ്ങൾ ആടിനെ ഇറക്കണം, ഞാൻ മാവ് കുഴച്ചുകൊണ്ട് ചപ്പാത്തി ചുടാം. ജാബിർ റളിയല്ലാഹു അൻഹു കത്തിയെടുത്ത് ആടിനെ ഇറക്കുന്ന രംഗം രണ്ടു മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 വയസ്സോളം എത്തിയ ഒരു മകനും 7 വയസ്സെത്തിയ മറ്റൊരു മകനും ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ കഷ്ണങ്ങളാക്കുമ്പോൾ മൂത്തുകുട്ടി ചെറിയ കുട്ടിയോട് ചോദിക്കുകയാണ്, വാപ്പച്ചി ആടി നിറുത്തതുപോലെ നമുക്കും അതുപോലെ അറുത്തു കളിക്കാമെന്ന്. കുഞ്ഞുമോനല്ലയോ സമ്മതിച്ചു കൊടുക്കുന്നു. ആ കുട്ടിയെ കിടത്തുന്നു. കത്തിയെടുത്തുകൊണ്ട് മൂത്തുകുട്ടി കഴുത്തിലേക്ക് വെച്ചറക്കുകയാണ്. രക്തം ധാരധാരയായി വന്ന് ആ പിഞ്ചുമോൻ ലോകത്തിനോട് പിടപിടഞ്ഞ് വിട പറയുകയാണ്. ഈ രംഗം കണ്ട് പേടിച്ച് കത്തിയുമായി ആ പൊന്നുമോൻ മൂത്ത മകൻ പുറത്തേക്ക് ഓടുകയാണ്. ഓടുന്ന സമയത്ത് കാല് തെറ്റി വീണ് തലപോയി ഒരു പാറക്കല്ലിലടിച്ച് തലയിൽ നിന്ന് തലച്ചോറ് ചിതറി ആ മൂത്ത മകനും ലോകത്തിനോട് വിട പറഞ്ഞു. ഇതൊന്നും അറിയാതെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും ജാബിർ റളിയല്ലാഹു അൻഹും ഹബീബായ പ്രവാചകന് വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്തിനോ വേണ്ടി വീടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ രംഗം കാണുന്നത്. തന്റെ മാറിടത്തിൽ എന്നും കിടന്നുറങ്ങുന്ന, കാലിന്റെ അടിയിലെ ചുവപ്പ് പോലും മാറാത്ത തന്റെ പൊന്നുമോൻ കഴുത്തറുക്കപ്പെട്ട രൂപത്തിൽ മരണപ്പെട്ട് കിടക്കുന്നത്. ആ ഉമ്മ കരഞ്ഞുപോയി. പെട്ടെന്ന് തന്റെ വായ പൊത്തിയിട്ട് പറഞ്ഞില്ല, ഞാൻ കരയാൻ പാടില്ല, കാരണം അള്ളാഹുവിന്റെ റസൂലിന് വിരുന്നൊരുക്കുകയാണ്. ഞാൻ കരഞ്ഞാൽ ജാബിർ അറിയും, ജാബിർ അറിഞ്ഞാൽ സ്വഹാബാക്കൾ അറിയും. അള്ളാഹുവിന്റെ റസൂലിനുള്ള വിരുന്ന് മുടങ്ങും, ഹബീബായ പ്രവാചകനുള്ള വിരുന്ന് മുടങ്ങാൻ പാടില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ കുഞ്ഞുമോനെ തന്റെ 2 കരങ്ങൾ കൊണ്ട് പൊക്കിയെടുത്ത് വീടിന്റെ ഒരു മൂലയിൽ കിടത്തി ഒരു വെള്ളത്തുണി എടുത്തിട്ട് ആ മയ്യത്ത് മൂടിയിടുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നേരെ പുറത്തേക്ക് ഒരു ഇല പൊട്ടിക്കാൻ വേണ്ടി സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ച് ഇറങ്ങി വരുമ്പോഴാണ് തന്റെ മൂത്ത മകനും മരണപ്പെട്ട് കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ മകനെയും വാരിയെടുത്ത് കൊണ്ടുവന്നൊരു പ്രിയപ്പെട്ട മാതാവ് ആ മകനെയും കിടത്തി വെള്ളത്തുണി കൊണ്ട് മൂടുന്നു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിക്കുന്നുണ്ട്, ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ജാബിറെ, കറി വെച്ച് കഴിയാനായോ എന്ന്. ആ സമയത്ത് പറയുന്നുണ്ട്, അടുപ്പിലേക്ക് ആട് കയറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സങ്കടങ്ങളിൽ ഉള്ളിലൊതുക്കി ഹബീബായ പ്രവാചകന് ഭക്ഷണം പാചകം ചെയ്യുന്നു. കുറെ സമയങ്ങൾക്ക് ശേഷം ആ കൊച്ചു കൂരയിലേക്ക്, ആ പാവങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു തിരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സലാം ചൊല്ലി കടന്നു വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, ജാബിറിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അള്ളാഹു ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്ത് റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ, എന്താണ് അള്ളാഹു വെച്ചിട്ടുള്ള നിബന്ധന? ജാബിറിന് 2 മക്കളുണ്ട്, ആ മക്കളോട് കൂടിയേ അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂവെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സുപ്ര വിരിച്ചു. ഭക്ഷണങ്ങളെല്ലാം തയ്യാറായി. അള്ളാഹുവിന്റെ റസൂലിനെ കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ജാബിറെ, നിന്റെ 2 മക്കളില്ലേ, അവരെവിടെയാണെന്ന്. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് വിളിച്ചു ചോദിക്കുന്നു ഭാര്യയോട്, മക്കൾ ഇവിടെ പോയെന്ന്. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, മക്കൾ ഇവിടെ ഇല്ലെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹു കരുതി അവർ കളിക്കാൻ പോയതാണെന്ന്. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, മക്കൾ ഇവിടെയില്ല, അവർ കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കൾ എവിടെയാണെങ്കിലും വിളിക്കൂ ജാബിർ എന്ന്. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുമ്പോൾ പറഞ്ഞു, മക്കൾ ഇവിടെ ഇല്ലെന്ന്. മൂന്നാമതും ഹബീബായ പ്രവാചകർ പറയുന്നു, ജാബിറെ, അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കൊച്ചുമക്കളോടൊപ്പമാണ് എന്നോട് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു ഇത് പറയും. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട്
മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോൾ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ട് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് പ്രിയതമയോട് ചോദിക്കുകയാണ്, മക്കൾ എവിടെ പോയി? അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ രണ്ട് മക്കൾ വേണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ജാബിർ തങ്ങളുടെ തോളിലേക്ക് വീണ് വിങ്ങി വിങ്ങി കരയുകയാണ്. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നിന്നെ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, മക്കളെ ചോദിക്കുകയല്ലോ ചെയ്തത്. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ആ വെള്ളത്തുണി അങ്ങ് മാറ്റുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു അന്തം വിട്ടു പോവുകയാണ്. തന്റെ രണ്ട് പിഞ്ചോമന മക്കൾ അവർ മരിച്ചു കിടക്കുന്ന രംഗമാണ് കാണുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു കരയാൻ പോയപ്പോൾ ആ ഭാര്യ വായ പൊത്തിയിട്ട് പറഞ്ഞു, ജാബിറെ കരയരുത്, നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത് റഹ്മത്തുൽ ആലമീനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരനായി വന്നതാണ്. നമ്മൾ പാവങ്ങളല്ലേ ജാബിറെ? നമ്മളുടെ വീട്ടിൽ 2 ദിവസമായി പട്ടിണി കിടന്നിട്ടും നാം കാത്തുവെച്ച ചെറിയ പൊടിയെടുത്തിട്ട് അത് ചെറിയ ആട്ടുംകുട്ടിയെയും പിടിച്ചറുത്തിട്ട് നമ്മൾ ഭക്ഷണം ഒരുക്കി അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇതുപോലൊരു ഭാഗ്യം നമുക്ക് ഇനി ജീവിതത്തിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ജാബിർ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത് അറിയിക്കരുത്. ഹബീബായ പ്രവാചകൻ ഭക്ഷണം കഴിക്കട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഹബീബായ റസൂലിനോട് നമുക്ക് ഈ കാര്യം പറയാമെന്ന്. എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ ജാബിർ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണമെന്ന്. നമ്മൾ പാവങ്ങളാണ് ജാബിർ. ഇത് കേട്ട് ജാബിർ റളിയല്ലാഹു അൻഹു വീടിന്റെ പുറത്തേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, അങ്ങ് കഴിച്ചുകൊള്ളുക, മക്കൾ വിളിച്ചാൽ കേൾക്കാത്തത്രയും ദൂരത്തേക്ക് പോയിരിക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കഴിയില്ല ജാബിർ, ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖ ഇറങ്ങി വരുന്നത്. ആ മാലാഖ ഇറങ്ങി വന്ന് പ്രവാചകനോട് പറയുന്നു, നബിയെ, അങ്ങ് റഹ്മത്തുൽ ആലമീനാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്, അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും തരുന്ന അള്ളാഹുവിന്റെ ഹബീബാണങ്ങ്. ജാബിറിന്റെ 2 മക്കൾ ഈ വീടിന്റെ ഉള്ളിൽ അവർ മരണപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ അതുപോലും മറച്ചു വെച്ച് അങ്ങയോടുള്ള പ്രണയം കൊണ്ട്, അങ്ങയോടുള്ള ഇഷ്ടം കൊണ്ട്, അങ്ങയോടുള്ള അനുരാഗം കൊണ്ട് അവർ അങ്ങേക്ക് ഇവിടെ സദ്യ ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകരെ, അങ്ങ് ആ മക്കളുടെ അടുത്തേക്ക് ചെല്ലാൻ പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആ കൊച്ചുമക്കളെ കണ്ട് ഹബീബായ പ്രവാചകൻ ആ മക്കളുടെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ മുഹമ്മദ് റസൂലുള്ളയാണ്, ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് കൂടെയാണ്. ഞാൻ നിങ്ങളുടെ വാപ്പച്ചി വിരുന്നിന് വിളിച്ചിട്ട് വിരുന്നുകാരനായി വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾ വേണം. അതുകൊണ്ട് പൂമാ, നിങ്ങൾ 2 പേരും എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോൾ ആ 2 മക്കളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, ഹബീബായ പ്രവാചകനോടുള്ള പ്രണയം കൊണ്ട് പലപ്പോഴും നമ്മൾ പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ട്, ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കാൾ, നിങ്ങളുടെ ഭാര്യയെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ പ്രവാചകനെ സ്നേഹിച്ചാലേ നിങ്ങൾ സത്യവിശ്വാസിയാകുമെന്ന്. അത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാനിനെ നമ്മൾ വരവേൽക്കുമ്പോൾ നമ്മുടെ കൽവിൽ നിറഞ്ഞു നിൽക്കണം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം. കാരണം ഈ റമളാനിന് അല്ലാഹു നൽകിയത് പ്രവാചകനെ കൊണ്ടാണ്. നമുക്ക് ജീവിക്കാനുള്ള അവകാശം കിട്ടിയത് പ്രവാചകൻ ഉള്ളത് കൊണ്ടാണ്. നമുക്കിതുപോലെ ഒരുമിച്ച് കൂടാൻ, ഈ ഇൽമു പറയാൻ എല്ലാ നിലകളിലും സൗഭാഗ്യം ലഭിച്ചത് അള്ളാഹുവിന്റെ റസൂൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ റമളാനിൽ ഒരുപാട് സലാത്തുകളും സലാമും ചൊല്ലണം. അള്ളാഹുവിന്റെ റസൂലിന് നമ്മൾ ഒരു സലാം ചൊല്ലിയാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മടക്കുന്നതാണ്. മാത്രമല്ല, ഹബീബിന് ഒരാൾ ഒരു സലാം പറഞ്ഞാൽ അള്ളാഹുവിന് 10 സലാം പറയുമെന്ന് അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും എന്ന് തുടങ്ങുന്ന ആ ബൈത്ത് നമ്മൾ പാടിയാൽ അള്ളാഹുവിന്റെ 10 സലാമും ഹബീബായ പ്രവാചകൻ ഓരോ സലാമുകൾക്കും സലാം നമുക്ക് മടക്കി തരികയാണ്. ഹവ്വമ്മയെ ആദം അലൈഹിസ്സലാം വിവാഹം കഴിക്കാൻ പോകുമ്പോൾ മഹർ നൽകണം. മഹർ നൽകാൻ അള്ളാഹു പറയുമ്പോൾ മഹാനായ ആദം അലൈഹിസ്സലാം പറയുന്നു, സ്വർഗം മഹറായിട്ട് ഞാൻ നൽകട്ടെയോ പടച്ചവനെ എന്ന്. ആ സമയത്ത് അള്ളാഹു പറയുന്നു, സ്വർഗത്തെക്കാൾ വിലയുള്ളത് അങ്ങ് കൊടുക്കണമെന്ന്. സ്വർഗത്തെക്കാൾ വിലയുള്ളത് എന്താണ് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ആദം നബിയെ, അങ്ങ് 20 സ്വലാത്ത്
ഹബീബായ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലണം. അതാണ് മഹറായി നൽകേണ്ടതെന്ന്. അഥവാ സ്വർഗത്തെക്കാൾ വിലയുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സ്വലാത്ത്. ആദം നബി അലൈഹിസ്സലാം അത് ചൊല്ലിയിട്ട് ആദം നബി അലൈഹിസ്സലാം മഹറായി നൽകിയിട്ടാണ് ഹവ്വമ്മയെ വിവാഹം കഴിക്കുന്നത്. 14 രാവിലെ ചന്ദ്രനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖവും ഒരു സ്വഹാബി മാറി മാറി നോക്കിയിട്ട് പറയുന്നു, നബിയെ, ആ 14 രാവിലെ ചന്ദ്രനേക്കാൾ ശോഭ അള്ളാഹുവിന്റെ റസൂലിന്റെ പൂമുഖത്തുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നാം ഹബീബായ പ്രവാചകനോടുള്ള ഇഷ്ടത്തോടുകൂടി, അവിടത്തോടുള്ള സ്നേഹത്തോടുകൂടി, അവിടത്തോടുള്ള പ്രിയത്തോടുകൂടി വിശുദ്ധ റമദാനിനെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ ജമാഅത്തുകൾ നമ്മൾ കളയാതിരിക്കണം. ഒരാൾ ഒരു വീട്ടിൽ നിന്ന് സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടാൽ ആ ദിനം രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവന് തുല്യമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതോടൊപ്പം മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിന്റെ കാവലിലാണ്. പിന്നെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. പടച്ച തമ്പുരാന്റെ കാവലിൽ നിൽക്കുന്ന നമുക്ക് മറ്റൊന്നിനെയും നമ്മൾ ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നാം വിശുദ്ധമായ ഈ വരുന്ന റമദാനിൽ പരിപൂർണമായി ജമാഅത്തുകളായി നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 3 കാര്യങ്ങൾ ഒരു മുഅ്മിനിനുണ്ടെങ്കിൽ ആ മുഅ്മിനിന്റെ ഖൽബിനെ പിശാച് വഞ്ചിക്കില്ലെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരടക്കം സഹോദരിമാരടക്കം കേൾക്കേണ്ടതാണ്, നമ്മുടെ ഹൃദയങ്ങളെ പിശാചിന് വഞ്ചിക്കാൻ കഴിയില്ല. അതിൽ 3-മതായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വലുസൂമി ജമാഅത്തിഹിം ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം. നിങ്ങൾ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണം. നിങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ ആളായി മാറണം. കാരണം നിങ്ങളുടെ പുറകിൽ നിങ്ങളറിയാതെ ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഒരു സംഘടനയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു. ആ സംഘടനയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ സൗഭാഗ്യങ്ങൾ നൽകി. എത്രയോ ആളുകളുണ്ട്, ആ ആളുകൾക്കൊന്നും നൽകാത്ത വലിയ സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അള്ളാഹു നമ്മളോട് നൽകിയ ഏറ്റവും വലിയ സ്നേഹവായ്പാണ്. അള്ളാഹുവിന്റെ കരുണയാണ്, അള്ളാഹുവിന്റെ ഉദാരതയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പടച്ചവന് നമ്മളുടെ ഒന്നും ആവശ്യമില്ല. അവന്റെ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടി ഒരു കാര്യം നമ്മളിനാൽ നടപ്പിലാക്കുമ്പോൾ നാം അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഒരാളെ നന്നാക്കാൻ അള്ളാഹുവിന് വേറൊരാളുടെ ആവശ്യമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം, യൂനുസ് നബി അലൈഹിസ്സലാം നീനവ എന്ന ചെങ്കടൽ തീരത്തുള്ള ചെറിയ ഗ്രാമത്തിൽ പ്രവാചകൻ പ്രബോധനം നടത്തി. അസ്മാഉൽ അംബിയായിൽ ഒരുപാട് സൂറത്തുകളുണ്ട്. ആദ്യത്തെ സൂറത്ത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരിലാണ്. 9 കൊല്ലക്കാലത്തോളം പ്രബോധനം നടത്തിയിട്ട് യൂനുസ് നബി അലൈഹിസ്സലാമിന് കിട്ടിയത് 2 പേരെയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന് വിഷമവും ദേഷ്യവും വന്നു. അള്ളാഹുവിനോട് സമ്മതം ചോദിക്കാതെ ഇറങ്ങി പോവുകയാണ്. ആ സമയത്തിലാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, താൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പലിൽ ഭാരം കയറിയപ്പോഴ് മുങ്ങിപ്പോകുമെന്നുള്ള രംഗം വന്നപ്പോഴ് ഒരാളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്, നറുക്കു വീണത് യൂനുസ് നബി അലൈഹിസ്സലാമിനെയാണ്. ആ പ്രവാചകനെ വലിച്ചെറിയുന്നു. 40 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവസാനം പുറത്തേക്ക് വരുന്നു. അവസാനം ഒരു ഗ്രാമത്തിൽ പോയി ആ ഗ്രാമത്തിലും നിന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കരഞ്ഞ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നു, പ്രാർത്ഥന നടത്തുന്നു. ആ സമയത്ത് ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. 7 വർഷക്കാലം ഒരു പ്രവാചകൻ പ്രബോധനം നടത്തിയിട്ട് 2 മനുഷ്യരാണ് നീനവയിൽ വിശുദ്ധമായ ദീനിലേക്ക് വന്നതെങ്കിൽ, പ്രവാചകനില്ലാതെ നീനവയിലെ മുഴുവൻ മനുഷ്യരും ഇസ്ലാമിലേക്ക്, ദീനിലേക്ക്, അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. അഥവാ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, വിശുദ്ധമായ ദീനിലേക്ക്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഈ സരണിയിലേക്ക് ഒരാൾ കടന്നു വരാൻ മറ്റൊരാളുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്.
ഈ ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ സന്തോഷത്തെ പടച്ചവൻ ഒരു അനുഗ്രഹം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അനുഗ്രഹം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വലസൂമി ജമാഅത്തിഹിം, നിങ്ങളൊരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടാനാണ്. മഹാനായ ശരിയ അലിക്കുഞ്ഞുസ്താദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. എപ്പോഴും പറയാറുള്ളത് എൻ്റെ സ്നേഹമുത്തുകളായ SSFന്റെ പ്രവർത്തകരെ എന്നാണ്. എൻ്റെ സ്നേഹമുത്തുകളായ SYSന്റെ പ്രവർത്തകരെ എന്ന് അഭിസംബോധന ചെയ്ത് സംഘടനാ പ്രവർത്തകരെ സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വലിയ സൂഫിയായ ആലിമായിരുന്നു മഹാനായ അലിക്കുഞ്ഞു ഉസ്താദ്. മഹാനായ കാന്തപുരം ഉസ്താദ് നമ്മളറിയാതെ നമുക്ക് വേണ്ടി വിശുദ്ധമായ ഹജ്ജിന്റെ വേളകളിൽ, വിശുദ്ധമായ നിസ്കാരങ്ങളിൽ, മറ്റു പ്രാർത്ഥനാ മജ്ലിസുകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. മഹാനായ ഈ സുലൈമാൻ ഉസ്താദ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തകർക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തുന്നു. നമ്മൾ ഏതോ ലോകത്ത് ഏതോ പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് നമ്മളെ കുറിച്ച് പോലും ചിന്തയില്ലാത്ത സമയത്ത് നമ്മുടെ നേതൃത്വങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളൊരു പ്രസ്ഥാനത്തിൽ, ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്താൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ അള്ളാഹു നൽകുമെന്ന്. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന ജാഹദൂ ഫീന, നമുക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവർ, ഈ വിശുദ്ധമായ ദീനിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ വേണ്ടി പ്രവർത്തന മേഖലയിലേക്ക് വരുന്നവർ, അങ്ങനെ വന്നാൽ ലനഹ്ദിയന്നഹും സുബുലന, അവരുടെ മുൻപാകെ നമ്മുടെ എല്ലാ വഴികളും നാം തുറന്നു കൊടുക്കുന്നതാണ്, എല്ലാ വഴികളും നാം കാണിച്ചു കൊടുക്കുന്നതാണ്. അവരെ നാം ഒരു വിഷമത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോവുകയില്ല. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരുടെ, ഗുണം ചെയ്യുന്നവരുടെ കൂടെയാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, വിശുദ്ധമായ ദീനിന്റെ മേഖലകളിലേക്ക് നാം ഇറങ്ങി വരേണ്ടവരാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിന്റെ സ്വഹാബാക്കളിലെ സമ്പന്നനാണ്, കച്ചവടക്കാരനാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് യാത്രക്ക് സമ്മതം ചോദിച്ച് ഹബീബായ പ്രവാചകൻ പ്രാർത്ഥന നടത്തി അവിടുത്തെ വലിയ കച്ചവട സംഘം ഷാമിലേക്ക് പോവുകയാണ്. മദീനയിലെ ആ പാവങ്ങൾക്ക് സന്തോഷമാണ്. കാരണം തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സാധനങ്ങളുമായി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു യാത്രക്ക് പോയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു വാർത്ത പറയാനുണ്ട്. ഇനി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ജീവനോടെ തിരിച്ചു വരികയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ജനാസയാണ് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരികയെന്ന് അള്ളാഹുവിന്റെ റസൂലിന് വിഷമമായി. സഹാബാക്കൾ ആ വാർത്ത എറിഞ്ഞു. മദീന മുഴുക്കയും വിഷമത്തിൽ നിൽക്കുന്ന സമയം. ആ സമയത്തിലാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞ് അവിടുത്തെ കച്ചവട സംഘം തിരിച്ചു വരികയാണ്. മദീന പള്ളിയുടെ മുന്നിൽ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരുടെ മുഖങ്ങളിലും ദുഃഖങ്ങൾ നെളിച്ചു നിൽക്കുന്നു. ആ സമയത്താണ് ആ യാത്രാ സംഘത്തിന്റെ നടുവിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹബീബിന് സലാം പറഞ്ഞ് ഇറങ്ങി വന്ന് റസൂലുള്ളാഹിന്റെ കരങ്ങൾ പിടിക്കുന്നത്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പാവങ്ങളായ മദീനത്തെ സ്വഹാബത്തിന് മുഴുക്കയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓരോ സാധനങ്ങൾ നൽകുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും ഇറങ്ങി വരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ജിബ്രീൽ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മരണപ്പെടുമെന്നല്ലേ അങ്ങ് എന്നോട് വന്ന് പറഞ്ഞത്? പിന്നെ എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് മറുപടി പറഞ്ഞത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ സാധനങ്ങളുണ്ട്, പക്ഷേ വെള്ളം തീർന്നു പോയി. അങ്ങനെ നോക്കുമ്പോൾ പാതിരാ സമയത്ത് ഒരു കൊച്ചുകൂര കാണുകയാണ്. ആ കൂരയുടെ മുന്നിൽ ചെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ വീട്ടുകാരെ വിളിക്കുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് ഒരു ഉമ്മാമ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു. ആ ഉമ്മാമ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിക്കുമ്പോൾ ആ ഉമ്മാമ പറഞ്ഞു, മക്കളെ, സാധനങ്ങൾ തരൂ, ഞാൻ പാചകം ചെയ്തു തരാമെന്ന്. അവർ കാത്തിരിക്കുന്നു. കുറഞ്ഞ നേരം കൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മാമ, നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ ഈ വീട്ടിലുള്ളത്, കാരണം വയസ്സായ നിങ്ങൾക്ക് ഇത്രയും വേഗം പാചകം ചെയ്ത് തരാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത്? ആ സമയത്ത് പറഞ്ഞു ആ ഉമ്മാമ, എന്റെ മരണപ്പെട്ടു പോയ എന്റെ മകന്റെ 2 പെൺമക്കൾ ഈ വീടിന്റെ ഉള്ളിലുണ്ട്. അവർ വിവാഹപ്രായം കഴിഞ്ഞവരാണ്.
അവരനാഥരാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, സ്വഹാബാക്കളെ, നിങ്ങളിൽ ആരെങ്കിലും ആ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അവർക്ക് ഞാൻ നൽകുന്നതാണ്. രണ്ട് സഹാബാക്കൾ സന്നദ്ധരാകുന്നു. ആ കൊച്ചുകൂരയിൽ പാതിരാ സമയത്ത് ആ രണ്ട് പെൺമക്കളുടെ നിക്കാഹ് നടക്കുമ്പോൾ ആ പെൺമക്കൾ വുളൂ ചെയ്ത് നിസ്കാര മുസല്ല വിരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗ ചെയ്തുകൊണ്ട് അവർ കരങ്ങൾ ഉയർത്തി നാഥനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തുണയായി വന്ന, ഞങ്ങൾക്ക് രക്ഷയായി വന്ന, ഞങ്ങൾക്കൊരു ജീവിതം നൽകിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ദീർഘായുസ് നൽകണമേ നാഥ എന്നും ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയാണ്. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ദീർഘായുസ് ലഭിച്ചതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, സ്വാന്തന പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുന്നതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലെന്ന് നമ്മളെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല, മഹാനായ ഔസുൽ ആളം തങ്ങളടക്കമുള്ള എല്ലാ ഔലിയാക്കളും ചെയ്തു പോന്നിട്ടുള്ളതാണ്. മഹാനായ ഔസുൽ ആളം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് നിസ്കരിച്ചതുകൊണ്ടോ ഒരുപാട് നോമ്പുകൾ പിടിച്ചതുകൊണ്ടോ അല്ല ഞാൻ ഈ മർത്തബയിലേക്ക് എത്തിയത്. ബിൽജൂദ്, ഞാൻ ജനങ്ങൾക്ക് നൽകിയ എൻ്റെ സ്വാന്തന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അള്ളാഹു എന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശഫഖത്തു അലാ ഖൽഖില്ല, അള്ളാഹുവിന്റെ അടിമകളോട് ഞാൻ കാണിച്ച അനുകമ്പയാണ്, കാരുണ്യമാണ്, സാന്ത്വന പ്രവർത്തനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന്. കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് അള്ളാഹു നൽകിയ പ്രതിഫലം. മഹാനായ അബൂദർ തങ്ങൾ ഒരിക്കൽ ഒരു മലമടക്കിലൂടെ, ഉഹദിന്റെ മലമടക്കുകളിലൂടെ നടന്നു വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ നടന്നു വരുന്ന മനുഷ്യനെ അങ്ങറിയുമോ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് പറഞ്ഞു, അതെന്റെ അബൂദർ അല്ലയോ എന്ന്. ആ സമയത്ത് അവിടെ നിന്ന് മറുപടി പറഞ്ഞത്, അബൂദറിനെ ഞങ്ങൾക്കറിയാം പ്രവാചകരെ, എല്ലാ മാലാകമാർക്കും അറിയാം, എല്ലാവരും അബൂദറിന് വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്റെ സ്വഹാബാക്കളിൽ നിന്ന് അബൂദറിനെ പ്രത്യേകം അറിയാൻ, എന്റെ അബൂദറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന നടത്താൻ എന്താണ് കാരണമെന്ന്. അപ്പൊ പറഞ്ഞു, നബിയെ, ആ മലമടക്കുകൾക്കിടയിൽ ഒരു വൃദ്ധയായ ഉമ്മ താമസിക്കുന്നുണ്ട്. കുടുംബക്കാരാരുമില്ല, അയൽവാസികളുമില്ല. ആ ഉമ്മയ്ക്ക് എല്ലാ നേരവും ഭക്ഷണം എത്തിച്ചു കൊടുത്ത് ആ ഉമ്മയ്ക്ക് സേവനം നടത്തിയിട്ടാണ് അബൂദർ കടന്നു വരുന്നത്. അതുകൊണ്ട് കരുണ ചെയ്യുന്നവർക്ക് കാരുണ്യവാനായ റബ്ബിന്റെ കരുണാ കടാക്ഷമായ മാലാകമാരുടെ സഹായമുണ്ട് പ്രവാചകരെ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ അബൂദറിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സാന്ത്വന പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ കരയുന്ന കണ്ണുനീർ തുള്ളികൾക്ക് ആശ്വാസം കൊടുക്കുമ്പോൾ, അവർ നാഥന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ അള്ളാഹു അതിലൂടെ നമുക്ക് വിജയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ വിജയമാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ മരണപ്പെടേണ്ടവരാണ്. മരണപ്പെടുന്നതിന് മുമ്പ്, മരിക്കാൻ കിടക്കുന്നതിന് മുമ്പ്, അസ്റായീൽ അലൈഹിസ്സലാം എന്ന മാലാക നമ്മുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 5 മലക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമെന്ന്. ആ 5 മലക്കുകൾ വന്നിട്ട് ഒരു മലക്ക് നമ്മുടെ ചെവിയുടെ ഭാഗത്ത് വന്ന് നമ്മളോട് ചോദിക്കും, യബ്ന ആദം ഐന ബത്നുകൽ ഖവിയ്യ്, ഓ ആദമിന്റെ സന്തതിയെ, നീ ഭയങ്കര ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നില്ലയോ? വമാ അൽഅഫഹുൽ യൗം, എവിടെ പോയി നിന്റെ ആരോഗ്യം? അത് ക്ഷയിച്ചു പോയോ? എന്തേ നിനക്ക് പെനങ്ങാൻ പറ്റുന്നില്ലേ? കാരണം 500ഓളം മലക്കുകൾ കടന്നു വന്നിട്ട് 250 ആളുകൾ കാലിന്റെ ഭാഗത്തും 250 ആളുകൾ തലയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ റൂഹിനെ ഓരോ അവയവങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ട് തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അസ്റായീൽ അലൈഹിസ്സലാം ഒരു ഇരുമ്പിന്റെ ദണ്ഡുമായി കടന്നു വന്ന് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തിലാണ് 5 മാലാകമാർ കടന്നു വന്നിട്ട് നമ്മുടെ ശരീരമെല്ലാം, അവയവങ്ങളെല്ലാം അനക്കാൻ കഴിയാതെ കിടക്കുന്ന സമയത്ത് കടന്നു വന്ന് നമ്മളോട് ചോദിക്കുന്നത്, അള്ളാഹു നിനക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം തന്നില്ലയോ? ഇന്നത് ക്ഷയിച്ചു പോയോ? നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ നാവ്, വാക്ചാരുതയുള്ള ആ നാവ്, വമാ അസ്തഖുൽ യൗം, ഇന്ന് വീണുപോയോ മോനെ? നീ എന്തെല്ലാം ആരെക്കുറിച്ച് ഈബത്തും നമീമത്തും ഒച്ചപ്പാടുകളും ബഹളവും, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട മാതാവിനെ വരെ നീ കുറ്റം പറഞ്ഞവനാണ്. പക്ഷേ വമാ അസ്തഖുൽ യൗം, ഇന്ന് നിന്റെ നാവിനെ നിനക്ക് വേണ്ടി അനക്കാൻ കഴിയുന്നില്ലയോ? അത് വീണുപോയോ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ
നമുക്ക് പറയാൻ കഴിയണം. അള്ളാഹു നൽകിയ ആരോഗ്യം കൊണ്ട് ഞാൻ ICF എന്ന സംഘടനയിൽ നിന്ന്, ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ആ പണ്ഡിത നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. ഞാൻ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്തു, ഒരുപാട് ദഅവത്തിന്റെ മേഖലകളിലേക്ക് ഇറങ്ങാൻ എനിക്ക് സാധിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് നമ്മളെല്ലാവരും സജ്ജമായി ഇറങ്ങണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോ മേഖലകൾ, ത്യാഗങ്ങൾ സഹിച്ച്, വേദനകൾ സഹിച്ച് വിശുദ്ധമായ ദീനിനെ വിശുദ്ധരായ സ്വഹാബത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ദീനിനെ നല്ല രൂപങ്ങളിൽ മറ്റുള്ളവരിലേക്ക് പകർന്ന് നമ്മൾ നൽകേണ്ടതാണ്. നാളെ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഷഫാഅത്തുമായി അവിടത്തെ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നമുക്കും വരാൻ സാധ്യമാകണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവിടത്തെ പതാക പിടിച്ച് മുൻ കൈകാൽ മുഖങ്ങൾ പ്രകാശിച്ചവരായി കടന്നു വരുമ്പോൾ ആ പതാകയ്ക്ക് കീഴിൽ ഹബീബിന്റെ കരങ്ങൾ പിടിച്ച് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങൾ കൊണ്ട് അൽ കൗസർ എന്ന ഹൗദിലെ വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് നമുക്കും കടക്കാൻ സാധ്യമാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടനയുള്ളത്. നമ്മുടെ അമലുകളെ നന്നാക്കാൻ വേണ്ടി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ സംഘടനയുള്ളത് കൊണ്ട് ലക്ഷക്കണക്കിന് പ്രവർത്തകർ മഗ്‌രിബ് കഴിയുമ്പോൾ തബാറക സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് പ്രവർത്തകർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. സുന്നത്ത് നിസ്കരിക്കുന്ന പ്രവർത്തകർ, തഹജ്ജുദ് നിസ്കരിക്കുന്ന പ്രവർത്തകർ, വിശുദ്ധ ഖുർആൻ ഖത്തമുകൾ തീർക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മദ്രസകൾ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നു. പള്ളികൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് മുതഅല്ലിമുകളെ നമ്മൾ നിർമ്മിക്കുന്നു, ഒരുപാട് ആലിമീങ്ങളെ നമ്മൾ ആദരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിക ദഅവ നടക്കുന്നത് ഈ സംഘടന നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന സമയങ്ങളിൽ ഒരുപാട് വേദനകൾ വിശുദ്ധരായ സ്വഹാബത്ത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ വേദനകൾ വന്നപ്പോൾ അവരാരും മാറിപ്പോയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നിങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങളുമായി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ റൂമിലുള്ളവർ പോലും നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ അവിടെ നാം അറിയേണ്ടത്, പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നതിൽ അള്ളാഹു നമുക്ക് നൽകുന്ന സൗഭാഗ്യവും പ്രതിഫലവുമാണ് നാം കാക്ഷിക്കേണ്ടത്. അല്ലാതെ ജനങ്ങൾ വരുന്നതോ ഒരുപാട് സമ്പാദ്യം ഉണ്ടാകുന്നതോ ഒന്നുമല്ല. കാരണം നാളെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നാളെ മഹ്ശറിൽ ഒരു പ്രവാചകന്മാർ വരും. ചില പ്രവാചകന്മാരുടെ കൂടെ 1-2 ഉമ്മത്തുകളാണ് ഉണ്ടാവുക. ചില പ്രവാചകന്മാരുടെ കൂടെ ഉമ്മത്തുകൾ ആരും ഉണ്ടാകില്ല. ഏറ്റവും കൂടുതൽ ഉമ്മത്തുള്ള പ്രവാചകൻ ഞാനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അഥവാ പ്രബോധനം നടത്തിയിട്ടും പ്രവാചകന്മാർക്ക് പോലും ജനങ്ങളെ കിട്ടാത്ത പ്രവാചകന്മാരുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നാം അറിയേണ്ടത്, നമ്മുടെ പ്രവർത്തനം നമുക്ക് പ്രതിഫലം കിട്ടാനാണ്. അതുകൊണ്ട് പുതിയ പുതിയ പ്രവർത്തകരെ കണ്ടെത്താൻ, പുതിയ പുതിയ അനുഭാവികളെ കണ്ടെത്താൻ, ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്താൻ, നമ്മുടെ ആഖിറം രക്ഷപ്പെടുന്നതിനോടൊപ്പം നമ്മുടെ കൂട്ടുകാരുടെ ആഖിറവും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും സജ്ജരായിട്ട് ഈ വിശുദ്ധമായ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ റമദാനിൽ നമുക്ക് ഒരുപാട് പ്രവർത്തകർ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കണം. ഈ സംഘടന അറിയണം. ഈ സംഘടനയോടൊപ്പം നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് കൂട്ടുകാരെ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമാകണം. ആ മഹാൻരഥന്മാരായ സഹാബത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അവരൊരുപാട് വേദനകളും കഷ്ടതകളും അനുഭവിച്ചുകൊണ്ടാണ് വിശുദ്ധമായ ദീനിനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജ്റ പോകാൻ അള്ളാഹു സമ്മതം നൽകുകയാണ്. ഹിജ്റ പോകാൻ സമ്മതം നൽകുന്ന ആരാവ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖേ, അള്ളാഹു എനിക്ക് ഹിജ്റ പോകാനുള്ള സമ്മതം നൽകിയിട്ടുണ്ട്. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഹിജ്റയിൽ കൂട്ടുകാരനായി ആരെങ്കിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് സിദ്ദീഖ്, അങ്ങയെ കൂട്ടുകൂട്ടാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷത്തിന്റെ കണ്ണീർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു വരികയാണ്. അവിടെ നിന്ന് കരഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് കയറി താൻ ഒരു തുണിയുടെ കഷ്ണത്തിലേക്ക് തന്റെ കയ്യിലുള്ള സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ അസ്മാ റളിയല്ലാഹു എന്ന മകൾ ഗർഭിണിയാണ്, പ്രസവം മടുത്ത മകളാണ്. പിന്നെയുള്ളത് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹുവിനെയാണ്. അസ്മാ ബീവി വന്ന് ചോദിക്കുന്നുണ്ട്, വാപ്പ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ പറഞ്ഞു, മോളെ, അള്ളാഹുവിന്റെ റസൂൽ മദീനത്തേക്ക് ഹിജ്റ പോകുന്നു, ഞാനും കൂടെ പോവുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പ, ഞാൻ പരിപൂർണ വയറുമായി ഇന്നോ നാളെയോ പ്രസവം എന്നുള്ള നിലക്ക് നിൽക്കുകയാണ്. ആരാണ് എനിക്കും എന്റെ കുഞ്ഞനുജത്തിക്കും കാവലുള്ളത്? അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലുമുണ്ട് മോളെ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ ആ പിതാവ്
ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പോവുകയാണ്. കുറെ സമയം കഴിഞ്ഞ് ശത്രുക്കൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളയുന്നു. ആ വീടിന്റെ ഉള്ളിലേക്ക് അരിച്ചു കയറിയിട്ട് ചോദിക്കുന്നു, അസ്മാ, എവിടെയാണ് അബൂബക്കർ ഉള്ളത്? ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല എവിടെയാണുള്ളതെന്ന്. കാരണം പിതാവിന് ഒറ്റുകൊടുക്കുന്നില്ല. പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റുകൊടുക്കുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആരാരും തണിയില്ലാതെ നിറവയറുമായി നിൽക്കുന്ന ഒരു ഗർഭിണിയുടെ മുന്നിലേക്ക് കടന്നു വന്ന് ചോദിക്കുന്നു, എവിടെയാണ് നിങ്ങളുടെ പിതാവുള്ളതെന്ന്. അവർ പറയുന്നില്ല. ആ സമയത്ത് മുഖത്തേക്ക് അടിക്കുകയാണ്. അടിച്ചടിയിൽ പുറകിലേക്ക് വെച്ച് വീണുപോയി അസ്മാ റളിയല്ലാഹു അൻഹ. താഴെ വീണപ്പോൾ ശത്രുക്കൾ ചവിട്ടുകയാണ്. വീടിന്റെ ഒരു മൂലയിലിരുന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇത് കണ്ട് കുഞ്ഞുമോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചവിട്ടി ചവിട്ടി അവസാനം അവർ തിരിച്ചു പോകുന്നു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് ഇത്താത്തയുടെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് രണ്ടുപേരും പൊട്ടിക്കരയുമ്പോഴാണ് അബൂ ഖുഹാഫ എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് കടന്നു വരുന്നത്. അവർ കരച്ചിൽ നിർത്തി. ആ വല്ലിപ്പ അന്ന് ഇസ്ലാമായിട്ടില്ല. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അസ്മാ, എവിടെയാണ് അബൂബക്കർ ഉള്ളത്? മുഹമ്മദിന്റെ കൂടെ എവിടേക്കാണ് പോയത്? ആ സമയത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ആ സമയത്ത് വീണ്ടും ചോദിക്കുന്നു, ദീനിനു വേണ്ടി നടന്ന് മുഹമ്മദിന്റെ കൂടെ നടന്നിട്ട് എന്റെ മക്കളെ അവൻ പട്ടിണിയാക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും അവൻ ബാക്കി വെച്ചിട്ടാണോ പോയിരിക്കുന്നത്? ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാം നാളെ ഇവിടെ കഴിക്കാൻ ഒന്നുമില്ലെന്ന്. പക്ഷേ ആ ബീവി സ്വന്തം പിതാവിനെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ, സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഭാര്യമാരും പെൺമക്കളും ക്രൂശിക്കപ്പെടുന്ന ഒരുപാട് പ്രവർത്തകരുണ്ടെന്ന് നമുക്കറിയാം. അസ്മാ റളിയല്ലാഹു അൻഹ ചെയ്തത് തന്റെ പിതാവ് ദീനി പ്രബോധകനായതിന്റെ പേരിൽ ആ പിതാവിന് ഒരിക്കലും വെല്ലുപ്പിയുടെ മുന്നിൽ നാണം കെടുത്താൻ പാടില്ല. അവിടെ നിന്ന് പുറത്തേക്ക് നീന്തി പോയിട്ട് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ വെള്ളാരം കല്ലിട്ട് ആ പാത്രം മൂടിയിട്ട് ആ വെല്ലുപ്പിയുടെ മുന്നിൽ വന്ന് ആ പാത്രം കിലുക്കിയിട്ട് പറഞ്ഞു, ഇതിലുള്ളതും ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി നയിച്ചുണ്ടാക്കിയതാണെന്ന്. അബൂ ഖുഹാഫ കരുതി അതിൻ്റെ ഉള്ളിലുള്ളത് സ്വർണ്ണ നാണയമാണെന്ന്. ആ അബൂ ഖുഹാഫ അങ്ങനെ വിചാരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അസ്മാ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് മദീനയിലേക്ക് ആയിഷ ബീവിയോടൊപ്പം ഹിജ്റ പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനത്തെത്തി. പുണ്യ റസൂലിന് നിസ്കരിക്കാൻ ഒരു പള്ളി വേണം. സ്ഥലം കണ്ടെത്തിയപ്പോൾ അനാഥ മക്കളുടേതാണ്. അത് വാങ്ങാൻ പണം വേണം. ആരുടെ കയ്യിലും പണമില്ല. കാരണം അവിടെയുള്ള മദീനക്കാരോട് ചോദിക്കാനുള്ള സമയമായിട്ടില്ല. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബായ പ്രവാചകനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ 500 വെള്ളി നാണയമുണ്ട്. അതെന്റെ മോൾ അസ്മയുടെ പ്രസവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്. എന്റെ മോളോട് ഞാൻ സമ്മതം ചോദിച്ചിട്ട് വരട്ടെയോ? അവർ ഹിജ്റ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു കുതിരപ്പുറത്ത് തന്റെ മക്കളെ അന്വേഷിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. അതാ മരുഭൂമിയിൽ അസ്മാ റളിയല്ലാഹു അൻഹയും ആയിഷുമ്മയും രണ്ടുപേരും നടന്നു വരുന്നു ചുട്ടുപൊള്ളുന്ന വെയിലത്ത്. ആ സമയത്ത് തന്റെ തുണികളിൽ, തന്റെ വസ്ത്രത്തിൽ എന്തോ ഒന്ന് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ. ആ പിതാവിനെ കണ്ട് മക്കൾ കരയുന്നു, പിതാവ് കരയുന്നു. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹയോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോളെ, അള്ളാഹുവിന്റെ റസൂലിന് നിസ്കരിക്കാൻ ഒരു പള്ളി വേണം. അതിന് കണ്ടെത്തിയ സ്ഥലം പാവങ്ങളുടേതാണ്, അനാഥകളുടേതാണ്. അതിന് കൊടുക്കാൻ ഹബീബിന്റെ കയ്യിൽ പണമില്ല. മോളുടെ പ്രസവത്തിന് വേണ്ടി വാപ്പ മാറ്റിവെച്ച കുറച്ച് സമ്പാദ്യമുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂലിന് വാപ്പ കൊടുക്കട്ടെയോ? കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവെ, എന്തിനെന്നോട് സമ്മതം ചോദിക്കണം അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ? ആ സമയത്ത് ചോദിക്കുന്ന, മോളെ, നിന്റെ കയ്യിൽ എന്താണ്? നിന്റെ തുണിയുടെ ഇടയിൽ നീ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് എന്താണ്? ആ സമയത്ത് അത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പ, ഇത് കുറച്ച് പഴങ്ങളാണ്. ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ഞങ്ങൾ പട്ടിണിയാണ്. വെച്ച് ഞങ്ങൾ വീഴാൻ പോകുമ്പോഴും ഈ പഴം ഞങ്ങൾ കഴിക്കാതെ ഞങ്ങൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് മദീനയിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ മദീനത്ത് വെച്ച് കാണുമ്പോൾ, ഹബീബായ പ്രവാചകനെ കാണുമ്പോൾ ഹബീബായ പ്രവാചകന് സമ്മാനം കൊടുക്കാനാണ്. മകളുടെ ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുകളുണ്ട് ശത്രുക്കൾ ആക്രമിച്ചിട്ട്. പക്ഷേ അസ്മാ റളിയല്ലാഹു അൻഹ എന്ന ആ ധീരയായ വനിത, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച വനിത, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകള്, വിശുദ്ധമായ ദീനിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടി, നമ്മുടെ പ്രിയപ്പെട്ട ഇത്താത്ത, അതൊന്നും വകവെക്കാതെ ഹബീബായ പ്രവാചകന് സമ്മാനവുമായിട്ട് ആ പ്രിയപ്പെട്ട നമ്മുടെ സ്വഹാബി വനിത റളിയല്ലാഹു അൻഹ നടന്നു വരികയാണ്. അങ്ങനെ ത്യാഗങ്ങളും വേദനകളും ഒരുപാട് ആ സ്വഹാബാക്കൾ സഹിച്ചു. എന്തിനു വേണ്ടിയാണ്? സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളും പ്രവർത്തിക്കുന്നത് ആ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഈ അസ്മാ റളിയല്ലാഹു അൻഹ വരുന്ന ആ സ്വർഗീയ ആരാമങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നൽകണം. എന്റെ പ്രിയപ്പെട്ടവർ, ഉഹദ് എന്ന് പറയുന്ന യുദ്ധത്തിന്റെ തലേ ദിവസം രണ്ട് സ്വഹാബാക്കൾ പാറക്കല്ലിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ഒന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവാണ്. മറ്റൊന്ന് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, സഅദേ, നാളെ നമ്മൾ ഉഹദിലേക്ക് ഇറങ്ങുകയാണ്, നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന്. സഅദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ എനിക്ക് യുദ്ധക്കളത്തിൽ കാണണം അല്ലാഹുവേ, അവനെ വധിക്കാനുള്ള അവസരം പാവപ്പെട്ട എനിക്ക് തരണമെന്ന്. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആമീൻ പറയുന്നുണ്ട്. രണ്ടാമതൊരു പ്രാർത്ഥന അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് തങ്ങൾ നടത്തുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് പറയുന്നത്, അല്ലാഹുവേ, ഉഹദിന്റെ മണ്ണിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു വരുമ്പോൾ ആ ശത്രുക്കൾ മുന്നോട്ട് വന്ന് ഈ അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന്റെ കണ്ണ് ചുഴന്നെടുക്കണം. നാളെ കണ്ണില്ലാത്തവനായി പരലോകത്ത് അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന് ഇതിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണം. പടച്ച റബ്ബേ, എന്റെ കൈകൾ അവർ മുറിക്കണം, എന്റെ കാലുകൾ മുറിക്കണം, എന്റെ കാതുകൾ മുറിക്കണം, എന്റെ തലയിൽ അറുത്തൊടുക്കണം. പടച്ചവനെ, അങ്ങനെ കൈയില്ലാത്തവനായി, കണ്ണില്ലാത്തവനായി, കാലില്ലാത്തവനായി നാളെ നിന്റെ മുന്നിൽ വരാൻ അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന് കഴിയണം. അപ്പോൾ നീ എന്നോട് ചോദിക്കണം, ഇത് എവിടെ പോയെന്ന്, നിന്റെ കണ്ണാര് ചുഴന്നെടുത്തെന്ന്. അപ്പോൾ എനിക്ക് പറയാൻ കഴിയണം, പടച്ചവനെ, നിന്റെ ദീനിനു വേണ്ടി ഞാനത് നൽകിയെന്ന്. എന്റെ കാത്, എന്റെ ശരീരം, എന്റെ എല്ലാം നിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി സമർപ്പിച്ചെന്ന് നാളെ മഹ്ശറയിൽ അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന് പറയാൻ കഴിയണം പടച്ചവനെ എന്ന്. ആ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു അത് പറയുമ്പോൾ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആമീൻ പറയുകയാണ്. പിറ്റേന്ന് യുദ്ധം കഴിഞ്ഞ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന്റെ പ്രാർത്ഥന അല്ലാഹു കേട്ടുപോയി. എത്ര സുന്ദരമായിരുന്നു ആ പ്രാർത്ഥന! കാരണം ശത്രുക്കൾ അവയവങ്ങളെ കഷ്ണം കഷ്ണമാക്കി ഒരു കുന്തത്തിൽ കോർത്തിട്ട് തലയും കുത്തിയിട്ട് ശത്രുക്കൾ കുത്തിവെച്ചിരിക്കുന്നു ഉഹദിൽ. ആ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു നാളെ കൈയില്ലാതെ, കാലില്ലാതെ, കണ്ണില്ലാതെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവർ, നമുക്കും ആ സ്വർഗം കിട്ടണമെങ്കിൽ ഈ വിശുദ്ധമായ ദീനിനു വേണ്ടി നമുക്കും പ്രവർത്തിക്കാൻ സാധ്യമാകണം. അതുകൊണ്ട് നമ്മൾ വിശുദ്ധമായ ദീനിന്റെ ദാഇകളായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾ, ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഒരു മകനോ ഒരു മീറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ 40 മാലാഖമാരെ ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവിടെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു പറഞ്ഞു വിടുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ആ 40 മാലാഖമാർ ആ സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ ദുആ ചെയ്യുമ്പോൾ അതിന് ആമീൻ കൂടി പറയുമെന്ന്, അഥവാ അവരുടെ ദുആഇന് ഇജാബത്ത് കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പലപ്പോഴും നമുക്കൊക്കെ പരാതിയാണ്, ഭർത്താവിനെ കിട്ടാറില്ല, ഏത് സമയത്തും പ്രവർത്തനത്തിന് പോകാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കൂടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യമാർക്ക് പരാതികൾ കൂടുതലാണ്. കാരണം ജോലി കഴിഞ്ഞ് വന്നാൽ ഒന്ന് പുറത്തേക്ക് പോകാൻ പ്രിയപ്പെട്ടവരെ കൂടെ കിട്ടുന്നില്ല എന്നുള്ള വിഷമങ്ങളൊക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ വിഷമങ്ങൾക്കെല്ലാം നാളെ അല്ലാഹു സുബ്ഹാനഹു തആല ആഖിറത്തിൽ നമുക്ക് പ്രതിഫലം തരും. നിങ്ങൾക്കറിയാം, മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്നേഹിച്ച, ജീവിച്ച സഹധർമ്മിണി പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നു. അബീശഅബ് പർവ്വത നിരകളിൽ പട്ടിണി കിടക്കേണ്ടി വന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജമ്മയോട് പറഞ്ഞു, ഖദീജ, നീ മക്കളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളുക, നിനക്ക് പട്ടിണി കിടന്നിട്ട് പരിചയമില്ല. ആ സമയത്ത് ഖദീജമ്മ കരഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മറുപടിയുണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങ് ഇവിടെ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുകയോ? അതൊരിക്കലും ഉണ്ടാകില്ല റസൂൽ. അങ്ങിവിടെ പട്ടിണി കിടന്നിട്ട് മരണപ്പെടാനാണ് അള്ളാഹുവിന്റെ വിധിയെങ്കിൽ അങ്ങയോടൊപ്പം പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമെന്ന് പറഞ്ഞ് ആ അബീശഅബ് പർവ്വത നിരകളിൽ പട്ടിണി കിടന്ന ആ ഉമ്മ അവസാനം നെഞ്ചും പുറവും ഉള്ളിലേക്ക് തള്ളിയിട്ട് ചില സമയം റസൂലില്ലാത്ത സമയങ്ങളിൽ താഴെ കിടക്കും ആ ഉമ്മ ക്ഷീണം കൊണ്ട്. ആ സമയത്ത് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ വന്നിട്ട്, സ്വന്തം മകള് വന്നിട്ട് അവിടുത്തെ തലയെടുത്ത് മടിയിൽ വെക്കുമ്പോൾ ഫാത്തിമുമ്മ വന്നിട്ട് അവിടുത്തെ കാലുകൾ തടവി കൊടുക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദമെങ്ങാനും പുറത്തു കേട്ടാൽ ആ ഉമ്മ ചാടി എഴുന്നേൽക്കും. കാരണം തന്റെ ക്ഷീണം കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ വിഷമിപ്പിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും മഹാനായ ബിലാൽ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹു
തൻ്റെ കക്ഷങ്ങളിൽ ആരാരും കാണാതെ കൊണ്ടുവരുന്ന ചെറിയ ഭക്ഷണ പൊതികളാണ് ആ വീടിന് തണലായി നിന്നിട്ടുള്ളത്. ആ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കഴിക്കാതെ മാറി നിന്നിട്ട് ഖദീജുമ്മയെയും മക്കളെയും കഴിപ്പിക്കുമായിരുന്നു. അങ്ങനെ ത്യാഗങ്ങൾ സഹിച്ചു ആ ഉമ്മ. അവസാനം ആ ഉമ്മ രോഗബാധിതയായി. ഈ കാരണം കൊണ്ടാണ് അങ്ങനെ ലോകത്തിനോട് വിട പറയാൻ അടുക്കുന്ന സമയത്ത് ആ ഉമ്മ അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോട് ചില വസിയത്തുകൾ ചെയ്യാനുണ്ട്. ആ സമയത്ത് ഹബീബായ പ്രവാചകൻ അവിടുത്തെ ചെവി അടിപ്പിച്ചു കൊടുക്കുന്നു. ആദ്യമായി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഇന്നി കാസിറത്തും ഫീ ഹഖിക, അങ്ങയെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു പാവപ്പെട്ട പെണ്ണാണ്. ഒരുപാട് ന്യൂനതകളുള്ള, അങ്ങ് വലിയ മർത്തബുകളുള്ള അള്ളാഹുവിന്റെ ഹബീബാണ്. അതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ യാ റസൂലല്ലാഹ്, എനിക്കങ്ങ് പുറത്തു തരണം നബിയെ. ഇതങ്ങ് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു കണ്ണുനീർത്തുള്ളികൾ ഒഴുകി വരുന്നു. ഹബീബായ പ്രവാചകൻ ഖദീജമ്മയുടെ വായ് പൊത്തിയിട്ട് പറഞ്ഞു, ഹാഷാ വക്കല്ല, അങ്ങനെ പറയരുത് എന്റെ ഖദീജ. എന്റെ ഖദീജയുടെ സമ്പത്ത് ദീനിന് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്തും ദീനിന് വേണ്ടി ഉപകരിച്ചിട്ടില്ല. മാ റഅയ്തു മിൻകി തഖ്സീറ, എന്റെ ഖദീജയിൽ നിന്നൊരു ന്യൂനതയും ഞാൻ കണ്ടുപോയിട്ടില്ല. വീണ്ടും ആ ഉമ്മ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ, എന്റെ മയ്യത്ത് കുളിപ്പിച്ച് തരേണ്ടത് ഹബീബായ പ്രവാചകരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ധരിക്കുന്ന ഒരു തട്ടമുണ്ടല്ലോ നബിയെ, ആ തട്ടം എനിക്ക് തരുമോ? അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തിനാണ് ഖദീജ? കുഫിനി, എന്നെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ തുണിയിൽ അള്ളാഹുവിന്റെ വിയർപ്പ് തുള്ളികളുള്ള, ഹബീബായ പ്രവാചകന്റെ വിയർപ്പ് തുള്ളികളുള്ള, അള്ളാഹുവിന്റെ റസൂലിന്റെ വിയർപ്പിന്റെ വാസനയുള്ള ആ തുണി കൊണ്ട് എന്റെ കഫം പൊതിയാൻ വേണ്ടിയിട്ടാണ്. ആ തല മാറ്റി വെച്ച് അള്ളാഹുവിന്റെ റസൂൽ പോയിട്ട് ആ തുണി എടുത്തു കൊണ്ടുവന്ന് ഉമ്മാന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഉമ്മ ആ തുണിയും പിടിച്ച് ഹബീബായ പ്രവാചകന്റെ മടിയിൽ തലവെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറയുകയാണ്. ആ ഉമ്മയെ മയ്യത്ത് കുളിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മയ്യത്ത് കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്യാൻ വേണ്ടി ഹബീബായ പ്രവാചകൻ ആ തുണിയെടുക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു തുണി കൊടുത്തിട്ട് പറഞ്ഞു, ആദാ കഫനു ഖദീജ, ഇത് ഖദീജമ്മയ്ക്കുള്ള കഫൻ തുണിയാണ് നബിയെ. ഈ കഫൻ തുണി സ്വർഗത്തിൽ നിന്ന് അള്ളാഹു തന്നു വിട്ടതാണ്. അള്ളാഹുന്റെ റസൂൽ കരഞ്ഞിട്ട് ചോദിച്ചു, ജിബ്രീൽ, ഒരിക്കൽ അള്ളാഹു സലാം പറഞ്ഞു എന്റെ ഖദീജയ്ക്ക്. മിഅ്റാജിന്റെ രാവിൽ എന്റെ ഖദീജയുടെ കൊട്ടാരം സ്വർഗത്തിൽ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഇപ്പോഴിതാ എന്റെ ഖദീജയുടെ ജനാസ പൊതിയാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അള്ളാഹു കഫം പുടവ കൊടുത്തു വിട്ടിരിക്കുന്നു. എന്ത് പുണ്യമാണ്, എന്ത് പവിത്രമായ പ്രവർത്തനമാണ് എന്റെ ഖദീജ ചെയ്തത്. ആ സമയത്ത് മറുപടി പറഞ്ഞത്, ദീനിന് വേണ്ടി ശരീരം സമർപ്പിച്ച പെണ്ണാണ് ഖദീജ ഉമ്മയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്. അവിടെ നിന്ന് ആദ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ തുണി കൊണ്ട് കഫം പൊതിഞ്ഞ്, രണ്ടാമത് സ്വർഗത്തിലെ തുണി കൊണ്ട് കഫം പൊതിഞ്ഞിട്ട് ആ ജനാസ കൊണ്ടുപോവുകയാണ്. ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുപോയി മറമാടുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ജനാസ വാങ്ങി കുഴിയിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പിടിമണ്ണെടുത്തിട്ട് ഉമ്മയുടെ കവിളിലേക്ക് ചേർത്ത് വെക്കാൻ പോകുമ്പോൾ വീണ്ടും ഒരു അത്ഭുതം സംഭവിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ശരീരം ഖബറിൽ നിന്ന് മേലേക്ക് പൊന്തി വരികയാണ്. രണ്ടാമതും ആ ശരീരം പിടിച്ച് താഴ്ത്തി വെക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും മണ്ണ് വെക്കാൻ പോകുമ്പോൾ വീണ്ടും പൊന്തി വരികയാണ്. വീണ്ടും താഴ്ത്തി വെച്ചു. അപ്പോഴതാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങേക്ക് കവിൾ തടങ്ങളിൽ മണ്ണ് വെക്കാൻ കഴിയില്ല. കാരണം മണ്ണുകളോട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു ആദരിക്കാൻ. അവർ ആദരവ് കാരണം മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് മണ്ണ് വെക്കേണ്ടതില്ലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. അപ്പോഴും ചോദിക്കുന്നുണ്ട് ജിബ്രീൽ, എന്റെ ഖദീജയ്ക്ക് ഇത്രയും വലിയ പുണ്യം കിട്ടാൻ, ഇത്രയും വലിയ പവിത്രത കിട്ടാൻ, അള്ളാഹു ആദരിക്കാൻ എന്താണ് കാരണമെന്ന്. അപ്പോഴും മറുപടി പറയുന്നുണ്ട്, ഖദീജുമ്മ സമ്പത്തും ശരീരവും ദീനിനു വേണ്ടി സമർപ്പിച്ച പെണ്ണാണെന്ന്. നമ്മൾ ഒരുപാട് സഹോദരിമാർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നാം അറിയണം, നമ്മളും കൊടുക്കണം നമ്മുടെ ശരീരം ഈ ദീനിനു വേണ്ടി. നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഇസ്ലാമിക ദഅവത്ത് നമ്മളും നടത്തണം. ഒരുപാട് ആളുകളെ ഈ വിശുദ്ധമായ ദീനിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരികളെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെയൊക്കെ നിങ്ങൾക്ക് ദഅവത്ത് നടത്തി നിസ്കരിക്കാത്തവരെ നിസ്കരിപ്പിക്കാം, സ്വലാത്ത് ചൊല്ലാൻ പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ ദീനീ സരണികളിലേക്ക് അവരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കണം. തെറ്റുകളില്ലാത്ത നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ക്ലാസ് എടുക്കുകയാണ് സഹോദരിമാർക്ക് വേണ്ടി.
അത് കേൾക്കാൻ വേണ്ടി ചെറുപ്പക്കാരിയായ യുവതിയായ ഒരു സ്വഹാബി വനിത പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മണരാരണ്യത്തിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വരുന്നു. നിഖാബ് ധരിച്ച് പരിപൂർണമായി ശരീരം മറച്ച് ഹബീബായ പ്രവാചകന്റെ മദീന പള്ളിയിലെ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരിയുടെ മുന്നിൽ വന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ നിഖാബ് ഒന്ന് മാറ്റുമോ, നിങ്ങളെ ഒന്ന് കാണാനാണ്. ആ സമയത്ത് ആ സഹോദരി പറഞ്ഞില്ല, ഞാൻ ഈ നിഖാബ് മാറ്റുകയില്ല, ശല്യം ചെയ്യാതെ നിങ്ങൾ പോകണമെന്ന്. അപ്പൊ പറഞ്ഞു, ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്, നിങ്ങൾ അതൊന്ന് മാറ്റുമോ എന്ന്. ആ സമയത്ത് മറുപടി പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിക്കില്ല, ഞാൻ ഹബീബായ റസൂലുള്ളാഹിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് പോവുകയാണ്, നിങ്ങൾ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്, ഞാൻ എൻ്റെ ദീനിനെതിരായി ഒന്നും ചെയ്യുകയില്ലെന്ന്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിയോട് ഇഷ്ടമുള്ളൊരു പെണ്ണാണ് എന്നറിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നി അസ്അലികി അൻ തർഫഅ നിഖാബികി ബിഹഖി നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിന്റെ മുഖാവരണം, നിന്റെ നിഖാബ് നീ ഉയർത്തണമെന്ന്. ആ സമയത്ത് മുത്തുനബിയെ പ്രണയിക്കുന്ന ഈ പെണ്ണിന്റെ അകങ്ങളിൽ പ്രവാചക പേര് കേട്ടപ്പോൾ വല്ലാത്ത ആവേശം വരികയാണ്, ഇഷ്ക് പൂത്തുവരികയാണ്. അവിടെ നിന്ന് മുഖത്തു നിന്ന് നിഖാബ് മാറ്റുകയാണ്. അതൊരു തെറ്റായി നമുക്ക് കാണാൻ കഴിയുകയില്ല. റസൂലിനോടുള്ള പ്രണയം കൊണ്ട് ചെയ്തു പോയതാണ്. നമുക്കറിയാം, മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ പല്ല് പൊട്ടി എന്ന് കേട്ടപ്പോൾ അവിടുത്തെ മുഴുവൻ പല്ലുകളും പൊട്ടിച്ചു കളഞ്ഞവരാണ്. ഒരു സ്വഹാബി അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് കേട്ടപ്പോൾ തന്റെ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് കത്തിയുമായി നിൽക്കുന്ന സമയത്താണ് കേൾക്കുന്നത്. ആ കത്തി കൊണ്ട് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു കളഞ്ഞു. അതിനെ തെറ്റായി കാണാൻ കഴിയില്ല. ഉഹദിൽ ചില സ്വഹാബാക്കൾ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് യുദ്ധത്തിൽ നിന്ന്. പിന്തിരിഞ്ഞോടൽ തെറ്റാണ്, പക്ഷെ എവിടെയും ഇമാമിങ്ങൾ അത് തെറ്റായി എണ്ണിയിട്ടില്ല. കാരണം റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് സംഭവിച്ചു പോയതാണ്. പ്രവാചക പ്രണയം കൊണ്ട് തന്നെയാണ് ഈ സഹോദരിക്കും ഇത് സംഭവിച്ചു പോയത്. ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ ആ സഹോദരിയുടെ കവിളിലൊന്ന് നുള്ളുന്നു. ആ സഹോദരി പെട്ടെന്ന് പിടഞ്ഞ് പേടിച്ച് കരഞ്ഞു ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. കുറെ സമയം കഴിഞ്ഞ് ബോധം വരുമ്പോൾ അതാ താൻ ഒരു മണ്ണിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് തിരിച്ചോടിയിട്ട് വീട്ടിൽ ചെന്ന് കമിഴ്ന്ന് കിടന്നുകൊണ്ട് കരയുകയാണ്. ഭർത്താവ് കുറെ സമയങ്ങൾക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ ഭാര്യ കരയുന്ന രംഗമാണ് കാണുന്നത്. ഭർത്താവ് എന്ത് ചെയ്തു? വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ആ ഭാര്യ കുടിക്കുന്നില്ല. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു, കുടിക്കുന്നില്ല. അവസാനം ഭർത്താവ് എടുത്തിരുന്നിട്ട് ആ പ്രിയതമയുടെ മുടികൾക്കിടയിലൂടെ വിരലുകൾ ഓടിച്ചിട്ട് ചോദിച്ചു, നീ ഇന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ക്ലാസ്സിന് പോയല്ലേ? അവിടെ നിന്ന് നീ നരകം കേട്ടല്ലേ? അവിടെ നിന്ന് നീ മഹ്ശറ കേട്ടല്ലേ? എന്നാലും നീ എന്തിനാണ് നീ ഭക്ഷണം ഒഴിവാക്കുന്നത്? ഈ കണ്ണുനീര് കൊണ്ട് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഭർത്താവ് പറയുമ്പോൾ ആ പെണ്ണ് കരഞ്ഞിട്ട് പറഞ്ഞില്ല, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ലാസ്സിലേക്ക് ഞാൻ പോയിട്ടില്ല, ഞാൻ മഹ്ശറയും നരകവും കേട്ടിട്ടില്ല. ഉണ്ടായ സംഭവം പറയുമ്പോൾ ഭർത്താവ് ഞെട്ടിത്തെരിച്ചെഴുന്നേറ്റ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഓടുകയാണ്. നബിയുടെ നബിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, വീട്ടിൽ വല്ലാത്തൊരു അവസ്ഥയാണ്. ഭാര്യ വെറും കരച്ചിലാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. കഥകൾ പറഞ്ഞ് പരിഹാരം എന്തെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ടാണെങ്കിൽ അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, മഹബത്ത് കൊണ്ടല്ലേ എന്ന്. ആദ്യം അവൾ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കുക, എന്നോടുള്ള മഹബത്ത് കൊണ്ടാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ അവൾക്ക് സ്വർഗമുണ്ടെന്ന്. അതുകൊണ്ട് നീ പോയിട്ട് ഒരു വലിയ കുഴിയെടുക്കുക, ആ കുഴിയിൽ വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കുക, ആ തീക്കുണ്ടാരത്തിലേക്ക് അവളോട് ചാടാൻ പറയുക. അവൾ ചാടാൻ വിസമ്മതിക്കുമ്പോൾ എന്നെ മുൻനിർത്തിയിട്ട് ചാടാൻ പറയുക. എന്നിട്ട് ചാടിയാൽ അവളെ വലിയൊരു മൂടി കൊണ്ട് ആ കുഴി മൂടിയിട്ട് തിരിച്ച് എൻ്റെ അടുക്കലേക്ക് വരാൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അനുസരിച്ച് ആ സ്വഹാബി വീട്ടിൽ ചെല്ലുന്നു, വലിയൊരു കുഴിയെടുക്കുന്നു, അതിൽ വിറകുകൾ ശേഖരിച്ച് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി ഭാര്യയെ അങ്ങോട്ട് വിളിക്കുന്നു. ഭാര്യ അടുത്തേക്ക് വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞ് അതിലേക്ക് എടുത്തു ചാടാൻ. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ ചാടില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭർത്താവ് പറഞ്ഞു, ഇന്നി അസ്അലുക ബിഹഖി നബിയികി അം തദ്ഖുലിൻ നാർ. അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തിയിട്ട് ഞാൻ പറയുകയാണ്, ഈ കാണുന്ന തീക്കുണ്ടാരത്തിലേക്ക് നീ എടുത്തു ചാടണമെന്ന്. ഹബീബായ പ്രവാചകന്റെ പേര് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ആ പ്രണയിനിക്ക് കെട്ടുനിൽക്കാൻ കഴിഞ്ഞില്ല, തീയിലേക്ക് എടുത്തു ചാടുകയാണ്. ഭർത്താവ് ഉടനെ തന്നെ ഒരു വലിയ മൂടിയിട്ട് ഓടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക്. അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് കാര്യം പറയുമ്പോൾ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, പേടിക്കേണ്ടതില്ല, തിരിച്ചു ചെന്ന് ആ മൂടിയൊന്നെടുക്കാൻ. ഭർത്താവ് വന്ന് മൂടിയെടുക്കുമ്പോൾ ഭർത്താവിന് സലാം ചൊല്ലുന്നതാണ് കേൾക്കുന്നത്.
ഭർത്താവിനോട് ചോദിക്കുന്നു, ഞാൻ ഇതിൽ സുന്ദരമായി കഴിയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരേണ്ടതുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമെന്ന്. ഭർത്താവ് വിളിക്കുമ്പോൾ അതാ ഭാര്യ ആ തീ കുണ്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഒരു മുടിയിഴ പോലും കരിഞ്ഞു പോയിട്ടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 15 ദിവസത്തോളം ഈ കുണ്ടാരത്തിൽ കിടന്ന കഥ നമുക്കറിയാം. അള്ളാഹുന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി വനിതയ്ക്ക് ഒന്നും സംഭവിക്കാതെ, ഒരു മുടിക്ക് പോലും സംഭവിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കണം, നമ്മുടെ ഭർത്താവിനെ സമർപ്പിക്കേണ്ടതായിരിക്കണം, ഭർത്താവിന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്ന സഹോദരിയാകണം. വിശുദ്ധ റമദാൻ ഭർത്താവിന്റെ കരങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു പ്രിയതമന്റെ കരങ്ങൾ, ഇരു കരങ്ങളും ചേർത്ത് പിടിച്ചാൽ, സ്നേഹത്തോടെ പുഞ്ചിരിച്ചാൽ, അവരുടെ കരങ്ങൾക്കിടയിലൂടെ പാപങ്ങളെ അള്ളാഹു മായ്ച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പറയുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ പിടിച്ചുകൂടെ? ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു ഇറക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അൽ കൗസർ എന്ന ഹൗദിലെ വെള്ളമുണ്ടെന്ന്. ഇത് കേട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു ഓടി വരുന്നുണ്ട് തന്റെ വീട്ടിലേക്ക്. ഭാര്യ അടുപ്പത്ത് ഭക്ഷണം പാചകം ചെയ്യുന്ന ഭാര്യയുടെ കൈ പിടിച്ചു കൊണ്ടുപോയി കിണറിന്റെ പരിസരത്ത് നിർത്തിയിട്ട് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ഭക്ഷണം, ഈ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന്. അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ ഭാര്യക്ക് ഭർത്താവ് വെള്ളം കൊടുത്താൽ അൽ കൗസർ എന്ന ഹൗദിലെ വെള്ളം കിട്ടുമെന്ന്. എനിക്ക് ആദ്യം ആ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന്. മറ്റൊരു ഹദീസിൽ മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, മോളെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമോ, അഥവാ പുഞ്ചിരിച്ച് മരിക്കാൻ, മാലാഖമാരുടെ പ്രാർത്ഥന കിട്ടി മരിക്കാൻ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, വാപ്പ, എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന്. മറുപടി പറഞ്ഞത്, ഭർത്താവിന്റെ താടിയോ മീശയോ ഭാര്യ വെട്ടിക്കൊടുത്താൽ, പുറത്തേക്കിറങ്ങുന്ന ഭർത്താവിന്റെ മുടിയും താടിയും ചീകിക്കൊടുത്താൽ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ കഴിയുമെന്ന്. റഹ്മത്തിന്റെ മാലാകമാർ ആ ദിനം രാവുകളിൽ മഗ്‌രിബ് മുതൽ സുബഹി വരെ വന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ള, സൗഹൃദമുള്ള, ഇഷ്ടമുള്ള, അനുരാഗമുള്ള, പ്രണയമുള്ള നല്ല കുടുംബ ജീവിതങ്ങൾ നമുക്ക് സ്വർഗം തരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതാണ് ഖദീജുമ്മ നമുക്ക് കാണിച്ചത്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹബീബായ പ്രവാചകൻ വഫാത്താകാൻ വേണ്ടി കിടക്കുന്ന നേരത്ത് ഒരു സഹാബി മഗ്‌രിബിന്റെ നേരത്ത് പോകുമ്പോൾ റസൂലിന്റെ വീട്ടിൽ വിളക്ക് കാണാതെ വരുമ്പോൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഉമ്മ, എന്താണ് വീട്ടിൽ വിളക്ക് കത്തിക്കാത്തതെന്ന്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സഹാബി വീണ്ടും വിരല് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ, എന്താണ് ഉമ്മ റസൂലിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാത്തതെന്ന്. ഹബീബിന്റെ അടുക്കലേക്ക് അസ്റായീൽ വരാനുള്ള സമയമെടുക്കുന്ന സമയത്താണ് ഈ ചോദ്യം വരുന്നത്. ആ ഉമ്മ വിളിച്ചു പറയുന്നുണ്ട്, മോനെ, വീട്ടിൽ വിളക്ക് കത്തിക്കുവാൻ സൈത്തെണ്ണയുണ്ടാകുമായിരുന്നെങ്കിൽ ആ സൈത്തെണ്ണ കുടിച്ചിട്ട് ഞാനും എന്റെ റസൂലും വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് മറുപടി പറഞ്ഞ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പട്ടിണി കിടക്കുമ്പോഴും വേദന അനുഭവിക്കുമ്പോഴും ഭർത്താവിനെ വിട്ടുകളയാൻ, കുറ്റം പറയാൻ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ സന്നദ്ധരായിരുന്നില്ല, തയ്യാറായിരുന്നില്ലെന്ന് അവിടുത്തെ ചരിത്രങ്ങളോടെ കാണാം. ഒരൊറ്റ ചരിത്രത്തോടെ ഞാൻ നിർത്തുകയാണ്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകർ പ്രബോധനത്തിന് വേണ്ടിയിട്ട് ആദ്യം മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു മദീനയിലേക്ക്. മദീനയിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു വന്നു എന്നറിഞ്ഞപ്പോൾ വിഷം പുരട്ടിയ കടാരിയുമായി മിസ്അബ് തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മിസ്അബ് തങ്ങൾ ഇരിക്കുന്നതിന്റെ പുറകിലുള്ള ഈത്തപ്പനയുടെ പുറകിൽ ഒളിച്ചു നിന്നു. തന്റെ കയ്യിലുള്ള ചാട്ടുളി പലപ്പോഴും എറിയാൻ വേണ്ടിയിട്ട് സഅദിന്റെ കയ്യെ പൊങ്ങിയിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മിസ്അബിന്റെ നാവിൽ നിന്ന് വരുന്ന ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോഴ് എന്റെ കൈകൾ നിശ്ചലമായി പോയെന്ന്. അന്ന് വൈകുന്നേരം വരെ ഞാൻ അവിടെ ഇരുന്നു. അന്ന് ഞാൻ കൊല്ലാതെ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം വീണ്ടും ഞാൻ ചെന്നിരുന്നു. പക്ഷെ അന്നും മിസ്അബിനെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. 3-ാമത്തെ ദിവസം ഞാൻ ചെന്നു. കൊടിയ ശത്രുവായ സഅദ് റളിയല്ലാഹു അൻഹു മിസ്അബ് തങ്ങളുടെ മുന്നിലേക്ക് 3-ാമത്തെ ദിവസം ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. താങ്കളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് ഒന്നറിയണം. 3 മാസക്കാലം മിസ്അബ് തങ്ങളുടെ കൂട്ടത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. പിന്നീട് 450-500 കിലോമീറ്ററുകളോളം ദൂരമുള്ള ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ മക്കയിലേക്ക് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്.
അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് ബൈഅത്ത് ചെയ്യാൻ. 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ആമൻതു യാ റസൂലല്ലാഹ് എന്ന്. 33-ാമത്തെ വയസ്സിൽ ബദർ യുദ്ധം നടക്കാണ്. ആ ബദർ യുദ്ധം നടക്കുമ്പോൾ അൻസാരികളുടെ നേതാവാക്കി റസൂലുള്ളാഹ് 1000-ഓളം വരുന്ന ശത്രു സൈന്യത്തെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് എന്തു ചെയ്യണമെന്ന്. കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള മുഹാജിറുകളായ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചില്ല. സഅദേ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മുന്നിൽ 1000-ഓളം വരുന്ന ശത്രു സൈന്യമുണ്ട്, അവർക്ക് ഭക്ഷണമുണ്ട്, ആയുധങ്ങളുണ്ട്, എല്ലാമുണ്ട്. നമ്മളാവട്ടെ സഅദേ പട്ടിണി പാവങ്ങളാണ്, തങ്ങളുടെ വയറുകളിൽ പാറക്കല്ലുകൾ കിട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, എഴുന്നേൽക്കാൻ പോലും പ്രയാസപ്പെടുന്നവരാണ് നമ്മളെന്ന്. സഅദേ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ സഅദ് പറയുന്നുണ്ട്, സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. ഇത് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരച്ചെന്ന് ഹബീബായ പ്രവാചകനെ നെഞ്ചടക്കം തിരുനബിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ആ കവിളിൽ കൊടുത്തിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, സഅദ് ബിൻ മുആദിന്റെ കഴുത്തിന്റെ മുകളിൽ തല കാണാതിരിക്കുകയും സഅദിന്റെ ശരീരത്തിൽ നിന്ന് കഴുകന്മാർ മാംസം കുത്തുവലിക്കുന്നത് കണ്ടാൽ താങ്കൾ ബദറിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു പോകണം. എന്തിനാണ് സഅദേ എന്ന് മുത്തുനബി ചോദിക്കുമ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, എന്നെക്കാൾ അങ്ങയെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൂട്ടം സ്ത്രീകൾ മദീനത്തുണ്ട് റസൂൽ. അവരെ ഞങ്ങൾ മദീനത്ത് തനിച്ചാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്. അവർ പൊന്നുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുമെന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മറുപടി പറയുമ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചകത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എനിക്ക് ഒരു അയൽവാസി ഉണ്ടെങ്കിൽ അത് താങ്കളായിരിക്കും സഅദേ എന്ന്. 35-ാമത്തെ വയസ്സിൽ ശരീരത്തിന് മുറിവേറ്റിയിട്ട് രക്തമൊലിച്ചിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ മദീന പള്ളിയുടെ പുറത്തു കൊണ്ടുവന്ന് സ്വഹാബാക്കൾ കിടത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുന്നത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കാണുന്നത് സഅദ് തങ്ങൾ നീന്തി ആ പള്ളിയുടെ പുറകിലേക്ക് മാറിപ്പോവുകയാണ്. കാരണം തന്റെ രക്തം കണ്ടിട്ട് ഹബീബായ പ്രവാചകൻ വിഷമിക്കാതിരിക്കാൻ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോൾ രക്തത്തുള്ളികൾ കണ്ടു. ആ രക്തത്തുള്ളികൾ കണ്ടു നോക്കി പോയപ്പോൾ പള്ളിയുടെ പുറകിൽ മഹാനായ സഅദ് ബിൻ മുആദ് തങ്ങൾ കിടക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, സഅദേ, എന്നോട് പിണക്കമാണോ, എന്നോട് ഇഷ്ടക്കുറവുണ്ടോ എന്റെ സഅദിന്? സഅദ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെ പറയരുത്. എന്റെ ഹബീബിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാൻ എന്റെ ഹബീബന്റെ ഈ രംഗം കണ്ട് വിഷമിക്കാതിരിക്കാൻ വേണ്ടി മാറിപ്പോന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ താഴെ ഇരുന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് ഹബീബിന്റെ മടിയിൽ കിടന്നും വഫാത്തായി മഹാനായ സഅദ് ബിൻ മുആദ്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇഹ്തസൽ അർശു ബിവഫാത്തി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ വാർത്ത കേട്ടിട്ട് അർശ് പോലും കിടുകിടാ വിറച്ചു പോയെന്ന്. ഒട്ടനേകം വരുന്ന മാലാകമാർ സഅദ് തങ്ങളുടെ ജനാസ കൊണ്ടുപോകാൻ വരുന്നു. ഹുരിലീങ്ങൾ സഅദ് തങ്ങളെ കിട്ടാൻ വേണ്ടി പരസ്പരം ഖബറിൽ കിടന്ന് തല്ലുപിടിക്കുന്നു. ഇതൊക്കെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതാണ്. വെറും 5 വർഷക്കാലം കൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കും കിട്ടണ്ടേ ആ സ്വർഗം? നമുക്കും മരിക്കുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ വരണ്ടേ? നമുക്കും മുത്തുനബിയെ കാണണ്ടേ? ഇബ്ലീസ് ഒരു കൂജ വെള്ളവുമായി വരുമ്പോൾ ആട്ടി ഓടിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ കൗസർ എന്ന ഹൗദിലെ വെള്ളവുമായിട്ട് നമ്മുടെ മുന്നിൽ വരണം. ആ വെള്ളം നമുക്ക് തരണം. ഹബീബിന്റെ മടിയിൽ നമുക്ക് കിടക്കണം. ആ പൂമുഖം കാണണം. അവിടുത്തെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരണം. അതേറ്റ് ചൊല്ലി മരിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടണം. ആ ഭാഗ്യം കിട്ടാനാണ് ICF എന്ന് പറയുന്ന സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിൽ ഒരുപാട് ഔലിയാക്കൾ നേതൃത്വം നൽകുന്ന, ഒരുപാട് ആലിമീങ്ങൾ നേതൃത്വം നൽകുന്ന, നാവിന് അസറുള്ള മഹാരഥന്മാരായ സൂഫിയാക്കൾ നേതൃത്വം നൽകുന്ന, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്വാലിഹീങ്ങളായ പാവങ്ങളായ പ്രവർത്തകരുള്ള മഹത്വരമായ ഈ സംഘടനയിൽ അള്ളാഹു നമുക്ക് പ്രവർത്തിക്കാൻ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളും സമയങ്ങളും കഴിഞ്ഞിട്ടല്ല,
ദീനിന് വേണ്ടി നമ്മൾ ഇറങ്ങേണ്ടത്. അതിന് നമ്മൾ പ്രാമുഖ്യം കൊടുത്ത് നമ്മളാൽ കഴിയുന്ന രൂപങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കണം. മഹാരഥന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂല് സംഭാവനകൾ ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെയും ആവേശം അവരെക്കാൾ കൂടുതൽ എനിക്ക് കൊണ്ടു കൊടുക്കാൻ കഴിയണമെന്നാണ്. വിമർദ്ദങ്ങൾ പലപ്പോഴും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണം അത് ഖൈറിന്റെ മേഖലയാണ്, സ്വർഗത്തിലേക്കാണ് ആ ചിന്തകൾ, ആ പ്രവർത്തനങ്ങൾ, ആ ആവേശങ്ങൾ എത്തിക്കുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ബിലാൽ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു അഹദ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. മരത്തിൽ കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അഴിച്ച് ഇരുമ്പു കമ്പി തന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ സുമയ്യ ബിബി റളിയല്ലാഹു അൻഹ എന്ന ധീരവനിത ശത്രുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിയായതിന്റെ പേരിൽ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഒന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം അല്ലാഹു അക്ബർ എന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. പകലന്തിയോളം പട്ടിണി കിടന്നിട്ടും ആഴ്ചകളോളം പട്ടിണി കിടന്നിട്ടും ബദറിലേക്ക് അള്ളാഹുവിന്റെ റസൂല് ക്ഷണിച്ചപ്പോൾ കിടക്കുന്ന കട്ടില് മദീന തെരുവിൽ കൊണ്ടുപോയി വിട്ടിട്ട് കിട്ടിയ പണം കൊണ്ട് പിടിയില്ലാത്ത വാളും മൂർച്ചയില്ലാത്ത കുന്തവും വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പുറകിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് ബദറിലേക്ക് പുറപ്പെട്ട സഹാബാക്കളുണ്ട്. അവരൊക്കെ കാണിച്ച വിശുദ്ധമായ ഈ ദീനിന്റെ ദഅവത്തിന്റെ മേഖലകളിലേക്ക് നമ്മളും ഇറങ്ങണം, നമ്മളും ഒത്തുചേരണം. നമ്മൾ ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കാളികളായി മഹാനായ ഖബറുൽ ഉലമ കാന്തപുരം ഉസ്താദും ഈ സുലൈമാൻ ഉസ്താദും പേരൂർ ഉസ്താദും അതുപോലെ തന്നെ മഹാനായ ബദറുൽ സാദാത്ത് തങ്ങളുപ്പാപ്പയും അടക്കമുള്ള പൊന്മള ഉസ്താദ് അടക്കമുള്ള നേതാക്കൾക്ക് പിന്നിൽ അണിചേർന്നിട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഹോരാത്രം പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും നാളെ സ്വർഗത്തിൽ ഒരു ഇടം വാങ്ങാൻ വേണ്ടി അത് കാരണമാക്കി മാറ്റുകയും ചെയ്യണം. പടച്ചവനായ റഹ്മാനായ തമ്പുരാന് ഈ വിശുദ്ധമായ ശഅബാനിന്റെ രാവിൽ ഈ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി അള്ളാഹുവെ, ഞങ്ങൾ റമദാനിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ ഇൽമിന്റെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ശഅബാനാണ് ഹബീബായ റസൂലിന് സന്തോഷം നൽകിയ മാസമാണ്. ഞങ്ങൾക്കും നീ സന്തോഷങ്ങൾ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഖൽബുകളെ നീ നന്നാക്കണേ റഹ്മാനെ. ഈമാനും തഖ്വയും വറവും ഖുശൂഉം ഖൗഫും ഇഖ്ലാസും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പാപങ്ങളില്ലാതെ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, റമദാനിനെ ആദരിച്ചവരെ നാളെ അവിടെ നിന്ന് ബുറാഖ് വന്ന് തെരഞ്ഞു പിടിച്ചു കൊണ്ടുപോകുമ്പോൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ.